നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്താലോ? എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവരൊക്കെ മെല്ലെ ജോയിൻ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ 7:35 ആയി. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ ലൈക്ക് ടു വെൽക്കം ഓൾ ഓഫ് യു ടു ദിസ് വെബിനാർ. എന്റെ പേര് മാഷിത ഷെറിൻ. ഞാൻ സൈബ്രിഡ്ജിന്റെ കമ്മ്യൂണിറ്റി കോർഡിനേറ്റർ ആണ്. സോ എല്ലാവർക്കും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഓഡിബിൾ അല്ലേ? എന്റെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ആരെങ്കിലും ഒന്ന് ഓക്കെ. Yes, താങ്ക് യു കേൾക്കുന്നുണ്ട്. സർ. സോ Yes, I can hear. എനിക്ക് തോന്നുന്നു നമ്മൾ 7:30 ആയിരുന്നു സമയം പറഞ്ഞത്. നമുക്ക് ഇപ്പോൾ 254 പേര് നമ്മളിത് ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഐ അപ്രീഷിയേറ്റ് ദ പീപ്പിൾ ഹു ജോയിൻഡ് ഓൺ ടൈം. നമുക്ക് കുറെ ആൾക്കാർക്ക് ലിങ്കിന്റെ ഇഷ്യൂസ് ഒക്കെ കുറെ പറയുന്നുണ്ട്. സോ അവരത് മെല്ലെ ജോയിൻ ചെയ്തോളൂ. സോ നമുക്ക് ഇന്നത്തെ നമ്മുടെ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത് സൈബ്രിഡ്ജ് ആണ്. എനിക്ക് തോന്നുന്നു സൈബ്രിഡ്ജിനെ കുറിച്ച് അറിയാത്തവർ ഇന്ന് കുറെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതില് കുറെ ഫ്രഷ് ആയിട്ട് നമ്മുടെ വെബിനാർ കേൾക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സോ സൈബ്രിഡ്ജിനെ കുറിച്ചിട്ട് പറയുവാണെങ്കിൽ സൈബ്രിഡ്ജ് നമ്മുടെ സൈക്കോളജി സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം ആണ്. നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വെബിനാർസും വർക്ക്ഷോപ്പ് ഒക്കെ ഇടയ്ക്ക് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനും അതുപോലെ UGയും PGയും കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന് നമ്മൾ CBT കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു 120 ഹവേഴ്സ് ഡ്യൂറേഷൻ ഉള്ള ഒരു കോഴ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതില് ഇപ്പൊ റീസെന്റ് ആയിട്ട് നമുക്ക് മേധാവി യൂണിവേഴ്സിറ്റിയുടെ ഒരു അക്രഡിറ്റേഷനും കൂടി ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റും കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ആൻഡ് ആൾസോ അതിലെന്താണ് നിങ്ങൾക്ക് കുറച്ചുകൂടി നമ്മൾ റിയൽ കേസ് ഡിസ്കഷൻസും അതുപോലെ മെന്റേഴ്സിന്റെ സൂപ്പർവിഷൻസും ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു റിച്ച്ഡ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റീസ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു റിച്ച് പാക്ക് ആണ് നമ്മുടെ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. സോ നിങ്ങൾക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. സോ ബാക്ക് ടു വെബിനാർ. നമ്മുടെ ഇന്നത്തെ വെബിനാർ ടോപ്പിക് വരുന്നത് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് CBT ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡിപ്രഷൻ എന്നുള്ള ഒരു ടോപ്പിക്കിലാണ്. സോ എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്ക് ഈ ഒരു ടോപ്പിക് എടുക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാർ തന്നെ നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇത്ര കുട്ടികളുള്ളത് ഇന്ന് സാറിന്റെ ഈ ഒരു ക്ലാസ് കേൾക്കാനായിരിക്കും. സോ മോസ്റ്റ് റെസ്പെക്ട്ഫുള്ളി ഐ വിൽ ലൈക്ക് ടു വെൽക്കം സോനു സർ. സോ വെൽക്കം സർ. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് പറയുവാണെങ്കിൽ ഹി ഈസ് വർക്കിംഗ് ആസ് എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആൻഡ് ലെക്ചർ അറ്റ് ഹിമാൻസ് and also Government Medical College Kozhikode. His key areas of expertise is suicide prevention with extensive experience in conducting professional workshop and gatekeeper training programs. He is also a cure affirmative mental health professional committed to inclusive care. He also holds a MA Applied Psychology Clinical from TIS Mumbai and MPhil in Clinical Psychology from Swika Academy, Secunderabad. He is presently pursuing his PhD in Psychology. So, എനിക്ക് തോന്നുന്നു സാറിന് ഇന്ന് സാറിന്റെ ഒരു മെയിൻ ഡൊമൈൻ ടോപ്പിക്കും കൂടിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ മോസ്റ്റ് റെസ്പെക്ട്ഫുള്ളി ഐ വുഡ് ലൈക്ക് ടു വെൽക്കം സോനു സർ ടു ഹാൻഡിൽ ഇൻ ദിസ് സെഷൻ. സോ പ്ലീസ് സർ. താങ്ക് യു മാജിദ. ഓഡിയോ ക്ലിയർ ആണോ? പറയുന്നത് ക്ലിയർ ആണ് സർ. ഫൈൻ ഫൈൻ. സോ എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും പാർട്ടിസിപ്പൻസിനെ എക്സ്പെക്ട് ചെയ്തില്ല. ലൈക്ക് എനിവേ താങ്ക് യു എവ്രി വൺ ഫോർ ജോയിനിങ് ദ സെഷൻ. ലൈക്ക് നമ്മുടെ സെഷൻ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടംപററി മെത്തേഡ് ആയിരിക്കില്ല. നമ്മൾ യൂഷ്വലി പറയുന്ന ഹിസ്റ്ററി അങ്ങനെയുള്ള ഏരിയാസ് ഒന്നും നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവില്ല. നമ്മൾ പോയിന്റ് ടു പോയിന്റ് നമുക്ക് എന്തൊക്കെ വേണം, നിങ്ങൾക്ക് എന്തൊക്കെ വേണം, ആ ഏരിയാസ് ആയിരിക്കും കുറച്ചുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. എൻ്റെ അറിവിൽ, എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് ഐ ക്യാൻ ആൻസർ ഇറ്റ്. നമുക്കത് ഒരുമിച്ചൊരു ജേർണി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഫോർ ദി കമ്മിങ് 1 hour. ഓക്കെ, യാ. So we can start actually. So the session includes the process of CBT for depression, techniques and connections with symptomatology. എങ്ങനെ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കണക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ജനറലി നമ്മൾ പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് CBT മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഇൻ കണക്ഷൻ വിത്ത് സിംറ്റമറ്റോളജി, നമുക്ക് പെത്തോളജി റിലേറ്റഡ് ആയിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ടാവുക. ആൻഡ് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിനുള്ളിൽ CBT പ്രാക്ടീസ് ചെയ്യാൻ പ്രാപ്തരാക്കുക, അല്ലെങ്കിൽ CBTന്റെ ബേസിക് സാധനങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ചലഞ്ച്. But I included every aspects and techniques in these slides. അപ്പോൾ നിങ്ങൾക്ക് പറ്റാവുന്നത്ര ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാൻ മാക്സിമം സ്ലൈഡിൽ ഇൻഫർമേഷൻ വളരെ മിനിമൈസ് ചെയ്ത് ഞാൻ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഡൗട്ട്സിനനുസരിച്ച് നമുക്കിതിനെ ലീഡ് ചെയ്ത് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ആൻഡ്
വി ആർ എക്സ്ക്ലൂഡിങ് ദ ഹിസ്റ്ററി. നമ്മളിങ്ങനെ തുടങ്ങി, ഇങ്ങനെയാ തെറപ്പി ഉണ്ടായേ, ഓരോ തെറപ്പിൻ്റെ എവല്യൂഷൻസ് എങ്ങനെയാ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹിസ്റ്ററീസ് ഒന്നും നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ടാവില്ല. സോ ഇതെല്ലാം ഓൾറെഡി നിങ്ങൾക്ക് യു ഹാവ് എ ബേസിക് നോളേജ് ആസ് പെർ ദി സൈബ്രിഡ്ജിന്റെ കോർഡിനേറ്റർ പറഞ്ഞത് മനസ്സിലാക്കുന്നവരും എനിക്ക് തോന്നുന്നു ഒരു സൈബ്രിഡ്ജിന്റെ ഒരു PG ചെയ്യുന്നതോ PG കഴിഞ്ഞതോ ആയിട്ടുള്ള ആളുകളാണ് ഇതിലേക്ക് വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്വാഭാവികമായിട്ടും അവർക്ക് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും. ഉണ്ടായിട്ടില്ലെങ്കിൽ തന്നെ ഒന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നമ്മുടെ സമയം കളയേണ്ടതില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ ബെക്കിന്റെ ജീവിതകഥയൊന്നും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആക്ച്വൽ ഫോം ഓഫ് തെറപ്പി എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു ഓറിയന്റേഷനിലേക്കാണ് ഞാൻ പോകുന്നത്. ഓക്കെ, ഫൈൻ. സോ വെൻ കംസ് ടു ദി ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് CBT, ഇപ്പം നമ്മൾ ഏതൊരു തെറാപ്പി ഓറിയന്റേഷനിലേക്കും അല്ലെങ്കിൽ ഒരു അപ്രോച്ചിലേക്കും നമ്മൾ പോകുമ്പോൾ ഒരു ബേസിക് പ്രിൻസിപ്പിൾസ് എല്ലാത്തിലും ഫോളോ ചെയ്യുന്നുണ്ട്. ബേസിക് ആയിട്ടെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എന്തിനാ തെറപ്പി ചെയ്യണം, എന്തിനാ പേഷ്യൻറ്റിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, ഈ തെറപ്യൂട്ടിക് ടെക്നിക്സ് എങ്ങനെയാണ് ഓരോ മേ ബി ഇപ്പം ഡിപ്രഷൻ ആയിക്കോട്ടെ, ആങ്സൈറ്റി ആയിക്കോട്ടെ, OCD ആയിക്കോട്ടെ, സോ ഇതെങ്ങനെ ഇത് കണക്ട് ചെയ്യാൻ പറ്റുക, ഈ ബേസിക് തിയറിയും ഈ തെറപ്പീൻ്റെ ബേസിക് തിയറിയും ഈ സിംറ്റമറ്റോളജിൻ്റെ ബ്ലെൻഡിങ്ങിൽ ഈ പ്രിൻസിപ്പളിന് എത്ര റോൾ ഉണ്ടെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സോ അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ എവർ ഇവോൾവിംഗ് ഫോർമുലേഷൻസ് ഓഫ് പേഷ്യൻസ് പ്രോബ്ലംസ് ആൻഡ് ഇൻഡിവിജ്വൽ കൺസെപ്റ്റലൈസേഷൻ ഓഫ് ഈച്ച് പേഷ്യൻസ് ഇൻ കോഗ്നിറ്റീവ് ടേംസ്. അതായത് ഒരു ബേസിക് മോഡലോ ഒരു ബേസിക് കൺസെപ്റ്റോ, അതായത് ഇപ്പം ഡിപ്രഷൻ ആണെങ്കിൽ ഓക്കെ ഇന്നതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്, ഇങ്ങനെയൊക്കെ അതിൽ ഉണ്ടാവുള്ളൂ എന്നൊരു തരത്തിലുള്ള ധാരണ ഈ തെറപ്യൂട്ടിക് അപ്രോച്ചിന് ഇല്ല എന്നുള്ളതാണ്. സോ ഇത് ഇവോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മളിപ്പോൾ തെറപ്യൂട്ടിക് ഫോർമുലേഷൻസ് ഇവോൾവ് ചെയ്യുന്നതെല്ലാം പ്യോർലി ഡിപ്പെൻഡിങ് അപ്പോൺ ദി പേഷ്യൻസ് ഇഷ്യൂസ്, അവരെങ്ങനെ കാണുന്നു, അവരുടെ ബുദ്ധിമുട്ടുകൾ എങ്ങനെ പ്രകടിപ്പിക്കുന്നു, ഏതൊക്കെ രീതിയിലാണ് അതിനെ ഷോക്കേസ് ചെയ്യുന്ന രീതികൾ ഏതൊക്കെയാണ്. സോ ഈ എല്ലാ ഏരിയയിലും കൂടിയാണിത് ഡെവലപ്പ് ചെയ്യുന്നത്. അതിനൊരു ഒരു രൂപമാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ക്വൈറ്റ് ഇവോൾവിങ്. അതുപോലെ തന്നെ ഒരു ഏതൊരു തെറപ്പിക്ക് വേണ്ട ഒരു ഘടകം എന്ന് പറയുന്നതാണ് തെറപ്യൂട്ടിക് അലയൻസ് എന്ന് പറയുക. തെറപ്യൂട്ടിക് അലയൻസ് ഒരു പേഷ്യൻറ്റും അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റും ഒരു തെറപ്പിസ്റ്റും തമ്മിലുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ആ അലയൻസ് ആണ് പലപ്പോഴും ഒരു നമ്മൾ ഈ പറഞ്ഞ ബേസിക് ഒരു കൗൺസിലർക്ക് അല്ലെങ്കിൽ തെറപ്പിസ്റ്റിന് വേണ്ട ബേസിക് നമ്മൾ പറയാറുണ്ട് ക്വാളിറ്റീസ് എന്ന് പറയാറില്ലേ, ഇതെല്ലാം കണക്ട് ചെയ്ത് മെർജ് ചെയ്ത് വരുന്നത് അലയൻസിലൂടെയാണ്. അപ്പോൾ ഈ തെറപ്യൂട്ടിക് അലയൻസ് എന്ന് പറയുന്നത് അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ട്രാക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്തിരുന്നുള്ളതാണ്. അതുപോലെ തന്നെ എത്രത്തോളം ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ എത്രത്തോളം ഒരു തെറപ്പിസ്റ്റ് ആ ഒരു ക്ലയൻറ്റിൻ്റെ ഇഷ്യൂവിൽ അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ സിംറ്റമറ്റോളജിയിൽ ഇൻവോൾവ് ആവുന്നു, എത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ക്ലയൻറ്റ് എത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, തെറപ്പിസ്റ്റ് എത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ധാരണ. ഏത് തെറപ്പി വർക്കിലും നമ്മൾ നോക്കുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നതാണ് എത്രത്തോളം ഗോൾ ഓറിയൻറ്റഡ് ആണെന്നുള്ളതാണ്. അപ്പം ബേസിക്കലി ആ ഗോൾ നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ ഗോൾ ഒരു പ്ലാൻ ചെയ്യുന്നത് ഈ പറഞ്ഞ തെറപ്പിസ്റ്റും ഈ പറയുന്ന ക്ലയൻറ്റും കൂടിയിട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ആ ഗോൾ ഓറിയൻറ്റഡ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ ലൈക്ക് നമുക്ക് വിവിധ തരം തെറപ്പികൾ നമുക്കറിയാം. അപ്പം പ്രോബ്ലം ഫോക്കസ്ഡ് ആണോ, സൊല്യൂഷൻ ഫോക്കസ്ഡ് ആണോ എന്നൊക്കെ നമ്മൾ വിവിധ തരം പോസിറ്റീവ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള തെറപ്യൂട്ടിക് അപ്രോച്ചസ് നമുക്കറിയാം. This one is purely on CBT, purely focusing on the problem. ആ പ്രോബ്ലം എങ്ങനെ എമേർജ് ചെയ്യുന്നു, ആ പ്രോബ്ലം ആ വ്യക്തിയെ ഏതൊക്കെ രീതിയിൽ ചിന്തിപ്പിക്കുന്നു, ഏതൊക്കെ രീതിയിൽ അദ്ദേഹത്തിനെ ആക്ട് ചെയ്യിപ്പിക്കുന്നു, ഏതൊക്കെ ഫങ്ഷണാലിറ്റീനെ അത് കണക്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ആധാരത്തിലാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെച്ചുതണ്ടിലാണ് ഈ പറഞ്ഞ തെറപ്പി മൊത്തം നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുക. സോ അത്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്, വാട്ട് ഇസ് ഹാപ്പനിങ് റൈറ്റ് നൗ എന്നുള്ള പോയിന്റും, അതുപോലെ തന്നെ ഇപ്പൊ നടക്കുന്ന ഇഷ്യൂ അല്ലെങ്കിൽ ഇപ്പൊ നടക്കുന്ന പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ ഇപ്പൊ നടക്കുന്ന നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ വാട്ട് എവർ
ഇതിൽ എങ്ങനെയാണ് നമ്മുടെ തെറപ്യൂട്ടിക് ടെക്നിക്കുകൾ കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് ഒരു ധാരണ. ഓക്കെ, ഇത് പ്യുവർലി ഇപ്പം നമ്മൾ CBT എന്ന് പറയുമ്പോൾ നമ്മളൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് പൊതുവെ ഒരു തെറപ്പി അല്ലെങ്കിൽ തെറപ്പി പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ സംതിങ് വിച്ച് വി ആർ ലീഡിങ്, അതായത് നമ്മൾ തെറപ്പിസ്റ്റാണ് ഇത് ലീഡ് ചെയ്യുന്നത് എന്നുള്ളൊരു ധാരണ അതിലുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് ട്രൂ. ബേസിക്കലി അതൊരു ഒരു എഡ്യൂക്കേറ്റീവ് പ്രോസസ്സാണ്. ആ എഡ്യൂക്കേറ്റീവ് പ്രോസസ്സിൽ ബേസിക്കലി എന്താ വരിക വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കൺസെപ്റ്റ് നോക്കാം. ഒരു വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു. ആൻഡ് ആ വഴിയിൽ ഏറ്റവും ഫ്രണ്ടിൽ തെറപ്പിസ്റ്റ് നടക്കുന്നു, ബാക്കിൽ നമ്മളുടെ ക്ലൈൻറ്റ് വരുന്നു. അപ്പോൾ തെറപ്പിസ്റ്റ് ഫ്രണ്ടിൽ പറയുന്നു, ഓക്കെ അവിടെ കുഴിയുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അവിടെ ഒരു പാറയുണ്ട്, അല്ലെങ്കിൽ വഴുക്കുന്നൊരു പാറയാണ്, അപ്പോൾ ശ്രദ്ധിച്ചോണേ എന്ന് പറയുന്ന രീതിയിലുള്ളൊരു തെറപ്യൂട്ടിക് അപ്രോച്ച് അല്ല. അതിനേക്കാളും കുറച്ചുകൂടെ, സോ വെൻ ദ തെറപ്പിസ്റ്റ് ആൻഡ് ക്ലൈൻറ്റ് വാക്കിംഗ് സൈമൾട്ടേനിയസ്ലി, ആ നടക്കുമ്പോൾ തന്നെ ഓക്കെ ഇവിടെ എന്തൊക്കെ ഉണ്ടാവാനേ ചാൻസ് ഉള്ളത്, ഈ നടക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ, ഈ ഈ ഈ വെള്ളത്തിൽ ചവിട്ടിയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ, ഈ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിൽ വഴുക്കാനുള്ള ചാൻസസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇവിടുന്ന് അപ്പുറം കടക്കാതിരിക്കുന്നുണ്ടോ, ഇത്തരത്തിലുള്ള ഒരു ഏരിയയാണ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളൊരു ചില നമുക്ക് ചില ഡിസ്കഷൻസിലൊക്കെ വരുമ്പോൾ ലൈക്ക് നമ്മളൊരു പശുവിനെ വലിച്ചു കൊണ്ടുപോകുന്ന രീതിയിലാണ്, അതായത് പശുവിനെ നമ്മൾ അട്ടിത്തളിച്ച് കൊണ്ടുപോകുന്ന രീതിയിലൊക്കെയാണ് നമ്മളത് കാണുക. പക്ഷേ ഇറ്റ്സ് നോട്ട് ട്രൂ. പക്ഷേ ബേസിക്കലി ദ തെറപ്പിസ്റ്റ് ആൻഡ് the client both are working simultaneously, like both are exploring simultaneously എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ടൈം ലിമിറ്റഡ് പ്രോസസ്സാണ് ഇത്. ഇപ്പോൾ എത്ര കാലം നമ്മൾ ചോദിക്കുമ്പോൾ, ഇപ്പോൾ ഈവൻ ക്ലൈൻ്റ് ആണെങ്കിലും ഒരു CBT അപ്രോച്ചിലുള്ള ഒരു തെറപ്പിസ്റ്റിനോട് ഇത് എത്ര കാലം ഞാൻ സെഷൻ എടുക്കേണ്ടി വരുന്നുള്ളൂ, വി ഷുഡ് ഹാവ് എൻ ആൻസർ. അപ്പോൾ അതിലിപ്പോൾ നമുക്ക് എത്ര കാലം എന്നറിയില്ല, ഇപ്പം 1 വർഷമായിട്ട് എടുക്കുന്നുണ്ട്, 2 വർഷമായിട്ട് എടുക്കും, അങ്ങനെയല്ല നമ്മൾ ഇതിൻ്റെ ആൻസർ ചെയ്യേണ്ടത്. വി ഷുഡ് ഹാവ് എ ക്ലിയർ കട്ട് ആൻസർ. കാരണം അപ്പോൾ യൂഷ്വലി പറയുമ്പോൾ ഒരു 12 to 20 സെഷൻസ് അല്ലെങ്കിൽ 8 സെഷൻസ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഡയഗ്നോസിസ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൃത്യമായിട്ട് വല്ല ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ഐ മീൻ എംപിരിക്കൽ എവിഡൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, എത്ര സെഷൻസ് അതിന് വേണ്ടി വരും എന്നുള്ളതിനെ പറ്റി. അപ്പോൾ ഇതും അതേപോലെ തന്നെ ഒരു ടൈം ലിമിറ്റഡ് അപ്രോച്ചാണ് CBT എന്നുള്ളത്. അതുപോലെ തന്നെ ദീസ് ആർ സ്ട്രക്ചർ സെഷൻസ്. അപ്പോൾ അതിൽ ഈ ഒരു സെഷനിൽ എന്താ ചെയ്യണേ, ആ സെഷൻസിൽ നമ്മൾ എന്താണ് ക്ലയൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്, ക്ലയൻറ്റിന് എന്ത് കിട്ടും, വാട്ട് ആർ വി ഗോയിങ് ടു അഡ്രസ്, അത് വളരെ ക്ലിയർ ആയിരിക്കും എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പം നമുക്കിനി ലൈക്ക് സൈക്കോഡൈനാമിക് സെഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് പ്യുവർലി ലീഡ് ബൈ ദി ക്ലയൻറ്റ്. ആ ക്ലയൻറ്റിൻ്റെ തോട്ട്സിലും അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ എക്സ്പീരിയൻസ് ഷെയറിങ്ങിലും ആയിരിക്കും ആ സെഷൻസ് മുന്നോട്ട് പോകുക. പക്ഷേ ഇതിനെന്തുണ്ട്, ആ എക്സ്പീരിയൻസ് ഷെയറിംഗ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ പോലും അതിനൊരു ഫോമാറ്റ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിനൊരു ഫോമാറ്റ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഫർദർ ക്ലാരിഫിക്കേഷൻസിൽ പോകുന്നതിനൊരു ഫോമാറ്റ് ഉണ്ട്. സോ ഈ ഫോമാറ്റിലായിരിക്കും പൊതുവെ CBT പോകുന്നുണ്ട്. അപ്പോൾ ദാറ്റ്സ് വൈ വി ആർ കോളിംഗ് സെഷൻസ് ആർ വെരി മച്ച് സ്ട്രക്ചേർഡ്. ഓക്കെ, അപ്പോൾ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു എഡ്യൂക്കേറ്റീവ് പ്രോസസ് ആണെന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് അതൊരു എഡ്യൂക്കേറ്റീവ് പ്രോസസ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ വി നീഡ് ടു ഐഡന്റിഫൈ ദാറ്റ്. ഇപ്പോൾ ഒരു എഡ്യൂക്കേറ്റീവ് പ്രോസസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു ക്ലയൻറ്റ് ഒരു തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു തെറപ്പിസ്റ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ഈ CBT അപ്രോച്ചിലുള്ള തെറപ്പിസ്റ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ആ ക്ലയൻറ്റ് നമ്മളുടെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നു. ഹെൽപ്പ് സീക്ക് ചെയ്ത് ഇനി അതുപോലൊരു ഈവൻ സെഷൻസ് ടെർമിനേറ്റ് ചെയ്തതിന് ശേഷം ഇനി അതുപോലൊരു ബുദ്ധിമുട്ട് ഇനി ഉണ്ടാവുകയാണെങ്കിൽ ആ ക്ലയൻറ്റ് ഓടി നമ്മുടെ അടുത്ത് വരണമെന്നല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ക്ലയൻറ്റിനെ ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിനെ ഹാൻഡിൽ ചെയ്യാൻ എക്യുപ്ഡ് ആക്കുക എന്നുള്ളതാണ് കൺസെപ്റ്റ്. ആ എക്യുപ്ഡ് ആക്കുക എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് ഈ ഒരു എഡ്യൂക്കേറ്റീവ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി ദേ ആർ ഐഡന്റിഫൈങ് വാട്ട് ഈസ് ഗോയിങ് ഓൺ
എന്തൊക്കെ തരത്തിലുള്ള മേ ബി തോട്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യണതിൽ, അല്ലെങ്കിൽ ആ തോട്ട്സിന് റെസ്പോണ്ട് ചെയ്യണതിൽ, അതിൽ വരുന്ന അസോസിയേറ്റഡ് ഡിസ്ഫങ്ഷണൽ തോട്ട്സ് എങ്ങനെയായിരിക്കും, അതിൽ നിന്നുണ്ടാവുന്ന ബിലീഫ്സ് എങ്ങനെയായിരിക്കും. സോ വി ഹാവ് എ പ്രോപ്പർ മോഡൽ, വി ഹാവ് എ പ്രോപ്പർ സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് ആ ക്ലയൻറ്റിന് എന്തോരം മനസ്സിലാക്കാനായിട്ട് പറ്റും, എന്തോരം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും, എന്തോരം അനലൈസ് ചെയ്യാനായിട്ട് പറ്റും, എന്തോരം അതിന് റെസ്പോണ്ട് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത്തരത്തിലാണ് CBTൻ്റെ കൺസെപ്റ്റ് അതിൽ മുന്നോട്ട് പോകുന്നുണ്ടാവുക. അതുപോലെ തന്നെ ലൈക്ക് CBT ഹാസ് ലോട്ട് ഓഫ് ടെക്നിക്സ്. അപ്പോൾ അതിൽ ആ ടെക്നിക്സ് അവിടെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത് ഒരു തിങ്കിങ് പാറ്റേണിനെ ലൈക്ക് റീസ്ട്രക്ചർ ചെയ്യാനായിരിക്കാം. ആ തിങ്കിങ് പാറ്റേണിൽ വരുന്ന റീസ്ട്രക്ചർ ചെയ്യുന്നത് ആ ഒരു രീതി തന്നെ മൂഡിനെ, ഈ ഈ തിങ്കിങ്ങിനെ നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ആക്ടിങ് ടുവേർഡ്സ് ദി തോട്ട്, അതെല്ലാം എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യുന്നുള്ളതാണ്. സോ അതിനുള്ള ടെക്നിക്സ് ആയിരിക്കും പൊതുവെ CBTയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. So these are the core principles which we are going to discuss. ഇതിൻ്റെ ബേസിക് ഒരു ഐഡിയ ഉണ്ടായാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഇതിലേക്ക് നമ്മൾ കവർ ചെയ്തത്. ഓക്കെ, ടിൽ നൗ anyone has any doubt till now? Clear ആണോ? Yes, sir, it's okay. Yeah. Am I audible? Yeah, you're. Yeah, Yeah. clear. കുറച്ച് പേര് അതിൽ സൗണ്ട് കുറവാന്ന് പറഞ്ഞത്, വോള്യൂം ഐ ട്രൈ ടു മേക്ക്. ഓക്കെ, യാ, താങ്ക് യു. ഓഡിബിൾ ആണ്, പക്ഷെ കേൾക്കുന്നുണ്ട്, ഒരു സൗണ്ട് കുഴപ്പമില്ല. കുറവുണ്ട്. സൗണ്ട് കുറവുണ്ട്. ഓക്കെ, ഐ ട്രൈ മൈ ബെസ്റ്റ്. ഓക്കെ, യാ, ചെക്ക് പക്ഷെ യുവർ. എനിക്ക് കേൾക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാണ്ട്. ഓക്കെ, ചെക്ക് യുവർ ഗാഡ്ജറ്റ്സ് വോള്യൂം. ഐ ട്രൈ മൈ ബെസ്റ്റ്. ഓക്കെ, യാ, ക്ലിയർ. സോ ഇനി നമുക്ക് ലൈക്ക് എന്താണ് ഒരു പ്രോസസ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് എങ്ങനെ പോവാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ വെൻ കംസ് ടു ദി പ്രോസസ്, സോ വി ഷുഡ് ഹാവ് എൻ അസസ്മെന്റ്. ആദ്യം നമ്മൾ പറയാം, ഒരു ബേസ് ലൈൻ അസസ്മെന്റ് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഇപ്പോൾ ഉള്ള നമ്മളുടെ മുമ്പിലിരിക്കുന്ന ആളുടെ ബേസിക് ബുദ്ധിമുട്ടുകളെ ആൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ആൾ എത്രത്തോളം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലൈക്ക് വി കൻ കോൾ ഇറ്റ് എ സിംറ്റംസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ ഇപ്പോൾ ഉള്ള ഇഷ്യൂസ് മേ ബി റിലേറ്റഡ് ടു ചിലപ്പോൾ എല്ലാ ആളുകളും എനിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്യണേ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാണ് തോന്നണേ, എനിക്ക് ഇങ്ങനെ ഇമോഷൻസ് ഉള്ളതെന്നൊന്നും ചിലപ്പോൾ പറഞ്ഞൊന്നും വരില്ല. ദേ കംപ്ലെയിൻ അബൌട്ട് ദെയർ ഇഷ്യൂസ്. മേ ബി I'm having difficulty to work. എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് എൻ്റെ വർക്കൊക്കെ പൈലപ്പ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നു, എനിക്ക് തീർക്കാൻ പറ്റും തോന്നുന്നില്ല, ഞാൻ ആകെ സ്റ്റക്കാണ്. ചിലർ പറയും ഇപ്പം എന്നെ ആർക്കും ഇഷ്ടമല്ല. ചിലർ പറയും ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു കാര്യം എൻ്റെ ലൈഫിൽ നടക്കുന്നില്ല എന്നുള്ള ഫീലാണ് എനിക്ക് വരുന്നത്. എനിക്കൊരു മുന്നോട്ടേക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരവസ്ഥയും എനിക്ക് അവിടെ ഫീൽ ചെയ്യുന്നില്ല. എൻ്റെ ചുറ്റുപാട് അതായത് എന്നെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരു തരത്തിലുള്ള ബെനിഫിറ്റ്സും എനിക്ക് എൻ്റെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്നില്ല. സോ ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് ആയിരിക്കും യൂഷ്വലി ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ടാവും. സോ ആ പ്രകടിപ്പിക്കുന്ന എക്സ്പ്രഷൻസിന്, അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന ഒരു വെർബാറ്റത്തിനെ കൃത്യമായിട്ട് നമുക്ക് സിംറ്റംസുമായിട്ട് കണക്ട് ചെയ്യണം. ആ സിംറ്റംസ് എന്താന്നുള്ളത് പലപ്പോഴും ഇപ്പം നമ്മളിപ്പോൾ ഒരു വെൻ കംസ് ടു ദി ഡിപ്രഷൻ, ഒരു ഡിപ്രഷൻ കേസിലേക്ക് നമ്മൾ വരുമ്പോൾ ലൈക്ക് കൺസിഡർ മൈൽഡ്, മോഡറേറ്റ് ഓർ സിവിയർ, ഇതിൽ വരുന്ന, അല്ലെങ്കിൽ RDD ആയിക്കോട്ടെ, അല്ലെങ്കിൽ വാട്ട് എവർ. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ബേസിക്കലി നമ്മൾ നോക്കുന്ന സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് വി ഗോണ ഡു അസസ്മെന്റ് അല്ലെ. നോർമലി നമ്മൾ BDO അല്ലെങ്കിൽ ക്ലിനിഷ്യൻ റേറ്റഡ് ആയിട്ടുള്ള HAM-D ഒക്കെ നമ്മൾ ചെയ്യും. ബാക്ക് ഡിപ്രഷൻ ഇൻവെന്ററി ഒക്കെ നമ്മൾ ചെയ്യും. സോ ബേസിക്കലി ഈ ബാക്ക് ഡിപ്രഷൻ ഇൻവെന്ററി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ക്ലയന്റിൻ്റെ അടുത്ത് നമ്മൾ കൃത്യമായിട്ട് ആ സിംറ്റമറ്റോളജി ചോദിച്ച് മനസ്സിലാക്കി റേറ്റ് ചെയ്യുന്നു. ഈവൻ HAM-D ആയിക്കോട്ടെ, BDO ആയിക്കോട്ടെ. അപ്പം ആ റേറ്റ് ചെയ്യുന്ന പല പോയിന്റിലുമാണ് ഓക്കെ ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ് ഇൻ മീ എന്നുള്ളത് അവർ ചിലപ്പോൾ തിരിച്ചറിയാം. ആ റേറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് ഓക്കെ ഇത്രയും എന്നത് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്രയും എന്നെ ബുദ്ധിമുട്ടിക്കുന്നുള്ളൂ. ഇങ്ങനൊരു കാറ്റഗറി ഓഫ് എക്സ്പ്രഷൻസ് അതിൽ കിട്ടണമെങ്കിൽ, അതായത് അതിന് കൃത്യമായിട്ട് ആ റേഞ്ചിനെ സൂചിപ്പിക്കാൻ കിട്ടണമെങ്കിൽ വി ഷുഡ് ഹാവ് ഒരു അസസ്മെന്റിലേക്ക് നമ്മൾ പോകണം എന്നുള്ളതാണ്.
സോ ഈ ഒരു അസസ്മെന്റ് ആണ് നമ്മളൊരു ബേസ് ലൈൻ തരുന്നത്. ഓക്കെ, എവിടെ നിൽക്കുന്നു, എവിടെയാണ് ഇപ്പോൾ ആളുള്ളത്. അപ്പോൾ ഇതിലെ എലമെന്റുകൾ, ഐ മീൻ അത് കണ്ടന്റ്, ഇപ്പൊ മേ ബി അതിൽ സൂയിസൈഡൽ ഐഡിയേഷൻസ് ഉണ്ടാവാം, മൂഡിനെ പറയുന്നുണ്ടാവാം, ആളുകൾ ബ്ലെയിം ചെയ്യുന്നതിന് പറയുന്നുണ്ടാവാം, ഹോപ്പ്ലെസ്നെസ് സൂചിപ്പിക്കുന്നുണ്ടാവാം, ഹെൽപ്ലെസ്നെസ് സൂചിപ്പിക്കുന്നുണ്ടാവാം, വർത്ത്ലെസ്നെസ് സൂചിപ്പിക്കുന്നുണ്ടാവാം. ഈ ഘടകങ്ങൾ എത്രത്തോളം ആ ആളിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ധാരണ ഒബ്വിയസ്ലി അസസ്മെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഇറ്റ് ഷുഡ് പ്രൊവൈഡ്, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബേസിക് ബേസ് ലൈൻ, ഒരു ധാരണ നമുക്ക് കിട്ടും. ഓക്കെ, ഇതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇനി ഒരു കൃത്യമായിട്ടൊരു ഗോൾ രൂപപ്പെടുത്തി എടുക്കണം. എന്താണ് നമ്മൾ ശ്രമിക്കുന്നത്? സോ ഹൗ ഡു ലൈക്ക് തിങ്സ് ടു ബി ഡിഫറെന്റ് ഇൻ ദിസ് ഏരിയ? ഇതിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് വ്യത്യാസം വരുത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഹെൽപ്ഫുൾ ആവുക എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ഈ പോകുന്ന ഒരു മെത്തേഡിലേക്ക് നമ്മൾ കടക്കുന്നത്. ഇനി അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് റാഷണൽ എന്ന് പറയുന്നത് ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടൈം ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഇത്. കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ നമുക്കുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ആ സ്ട്രക്ചറും ടൈം ലിമിറ്റഡും ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യേണ്ടി വരും. സോ വാട്ട് ആർ വി ഗോൺ ഡു? എന്താണ് നമ്മൾ ഈ സെഷൻസിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എക്സാക്ട്ലി വാട്ട് ഈസ് ദിസ് അപ്രോച്ച്? എന്താ നമ്മൾ അവിടെ അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എത്ര സെഷൻസ് ഉണ്ടാവും, ഒരു സെഷൻ എത്ര സമയം ഉണ്ടാവും, ഇത്തരത്തിലുള്ള ഒരു ധാരണകൾ. ആൻഡ് ഇതിൽ തെറപ്പിസ്റ്റിന്റെ റോൾ എന്താണ്, ക്ലയന്റിന്റെ റോൾ എന്താണ്, അതിന്റെ കൂടെ തന്നെ ക്ലയന്റിന് അതിൽ ഏതൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യാൻ വരും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വി ആർ എഡ്യൂക്കേറ്റിംഗ് ദം ടു ഇവാലുവേറ്റ് ഇറ്റ്. അതിന്റെ സിറ്റുവേഷൻ ഇവാലുവേറ്റ് ചെയ്യണോ, ഐഡന്റിഫൈ ചെയ്യണോ, അനലൈസ് ചെയ്യണോ എന്നുള്ള പ്രോസസ്സ് ഒക്കെ ആയിരിക്കും ഇതിൽ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായി ക്ലയന്റിന് നമ്മൾ ബോധ്യപ്പെടുത്തുന്നുള്ളതാണ്. ആ ട്രീറ്റ്മെന്റ് റാഷണൽ കൃത്യമായിട്ട് കൺവേ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ അങ്ങനെ കൺവേ ചെയ്ത, അസസ് ചെയ്ത, ഗോൾ ഐഡന്റിഫൈ ചെയ്ത ആ സിംറ്റമറ്റോളജിയെ നമുക്ക് കുറച്ചുകൂടി ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു പ്രോപ്പർ ഫൈൻ ട്യൂണിങ് നടത്താനുണ്ട്. ആ ഫൈൻ ട്യൂണിങ് നടത്തുന്ന പ്രോസസ്സാണ് നമ്മൾ പറയാ വി ഷുഡ് ഹാവ് എ ഫോർമുലേഷൻ, ബേസിക് കൺസെപ്ച്വലൈസേഷൻ റിഗാർഡിങ് ദി അപ്രോച്ച്. അപ്പോൾ ആ അപ്രോച്ചിലേക്ക് വരുമ്പോൾ വെൻ കംസ് ടു ദി CBT, ഞാൻ അതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. സ്ട്രക്ചറിലേക്ക് നമ്മൾ CBT ഫോർ ഡിപ്രഷൻ എന്നുള്ള സ്ട്രക്ചർ എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ഞാൻ സെഷനിൽ കൃത്യമായിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് വരുമ്പോൾ ഒരു ബേസിക് അപ്രോച്ച്, അതായത് ഒരു ബേസിക് അവർ സിംറ്റമറ്റോളജി ഷെയർ ചെയ്യപ്പെടുമ്പോൾ, ഇപ്പോൾ someone is sharing that I'm very bad in this, എനിക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന തോന്നില്ല, ഞാൻ ഒട്ടും നല്ലതല്ല ഈ ഒരു എന്തെങ്കിലും ഒരു X or Y വാട്ട് എവർ ആക്ടിവിറ്റീസ്, ഞാൻ അതിൽ ഒട്ടും ലീഡ് ചെയ്യാൻ ഞാൻ ഒട്ടും കൊള്ളില്ല എന്ന് പറയുമ്പോൾ ആ പറഞ്ഞത് എന്തിൻ്റെയൊക്കെ ബേസിലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നില്ല. അതായത് നമ്മൾ പറയുന്നതിനെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു എക്സ്പീരിയൻസ് കുറഞ്ഞിട്ടുള്ള പല ആളുകളെ നമ്മൾ സൂപ്പർവൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ദിൽ ഗോ ബിഹൈൻഡ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. അതായത് അത് നല്ലതല്ലാത്ത, അതങ്ങനെയാണോ, നമ്മളങ്ങനെ നല്ലതല്ലെന്ന് പറയാൻ പറ്റുമോ, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ആൻഡ് they'll give lot of useless explanations or examples to it. ഇപ്പോൾ റൊണാൾഡോ അങ്ങനെ ചെയ്തില്ലേ, ഇവരങ്ങനെ ചെയ്തില്ലേ, അവരെങ്ങനെ ചെയ്തില്ലേ എന്ന തരത്തിലുള്ള ഇതുമായിട്ട് ആ സിറ്റുവേഷനായിട്ട് ഒരു മാച്ച് ഇല്ലാത്ത സാധനങ്ങൾ അവിടെ പ്രകടിപ്പിക്കുന്നുണ്ടാവും. സോ അതൊന്നും ഒരു തരത്തിലും പേഷ്യൻസിന് കണക്ട് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, സോ അങ്ങനെ കണക്ട് ചെയ്യാൻ പാകത്തിനുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഏതൊക്കെ ഈ ഒരു ഫ്രെയിം വർക്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ഇതിൽ എഫക്ട് ചെയ്തെന്നുള്ള ഇൻഫർമേഷൻസ് തരുന്നതാണ് ഈ ഒരു മോഡൽ. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തൊക്കെ ഏരിയാസ് ആണ് അവിടെ വരുന്നത്, എങ്ങനെയാണ് ഇത് ജനറേറ്റ് ആവുന്നത്, എന്തിലൊക്കെ അത് ഡിവൈഡ് ചെയ്ത് പോകുന്നു, ആ ചേഞ്ചസ് എങ്ങനെയായിരിക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ അസസ്മെന്റിൽ കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ മോഡൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്സ്പ്ലനേഷൻ. സോ അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ഒരു കാര്യം പഠിക്കുമ്പോ അതിനുള്ള സ്പെല്ലിംഗും കൂടെ പഠിച്ചു പോകണം കേട്ടല്ല. ഈ ബാക്ക് ഫൈൻ. സോ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, സോ ഹൗ ആർ വി ഗോണ ഇംപ്ലിമെന്റ് ഇറ്റ്. അപ്പം ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സാണ് ആക്ച്വലി ഇതിന്റെ
ഏറ്റവും ഒരു രണ്ടാമത്തെ കോർ എലമെന്റ്, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നതിൽ ഒന്നാണ് ഞാൻ പറഞ്ഞ മോഡൽ, അതായത് കൺസെപ്ച്വലൈസിങ് ദ സിംറ്റമറ്റോളജി ഇൻ ടു എ തെറപ്യൂട്ടിക് മോഡൽ ടു വർക്ക് ഓൺ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നതാണ് എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്കതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. ഈ സ്ട്രാറ്റജീസ് എങ്ങനെയായിരിക്കും ഇവരുടെ സിംറ്റമറ്റോളജിയിൽ ചേഞ്ചസ് ഉണ്ടാവുക എന്ന തരത്തിലുള്ള ധാരണകളാണ്. അപ്പോൾ വെൻ കംസ് ടു ദി CBT, we are not going to implement all the strategies in one point. എല്ലാത്തിലും നമ്മൾ നേരെ കൊണ്ട് we know this much of strategies, ഇതെല്ലാം നമ്മൾ നേരെ ഇതിൽ കൊണ്ട് നോക്കുക, ട്രയൽ ആൻഡ് ട്രയൽ അങ്ങനെയല്ല യൂഷ്വലി നമ്മൾ ചെയ്യുക. So depending upon the case, depending upon the client's situation, depending upon the severity of the depression, we need to work on it. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ആ സ്ട്രാറ്റജീസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടാവും. സോ സ്ട്രാറ്റജീസ് എന്താണെന്നുള്ളതിൽ വരുമ്പോൾ ആസ് വി മെൻഷൻഡ്, ഇറ്റ്സ് എ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി. So we should have cognitive strategies, we should have behavioral strategies, we have cognitive behavioral strategies and preventive strategies. അപ്പോൾ അതിൽ കോഗ്നിറ്റീവ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാ, ബിഹേവിയറൽ സ്ട്രാറ്റജീസ് എന്തൊക്കെയാ, ആൻഡ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ സ്ട്രാറ്റജീസ് എന്തൊക്കെയാന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് പ്രിവെന്റീവ് എലമെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് ആസ് ഐ മെൻഷൻഡ്, ഇതിലേക്ക് വരുമ്പോൾ, അതായത് വെൻ കം ടു ദി ഇംപ്ലിമെന്റേഷൻ പ്രോസസ്, അതിലേക്ക് വരുമ്പോൾ എന്തെല്ലാം ചലഞ്ചസ് അവിടെ ഉണ്ടാവുന്നുണ്ട്, ആ ചലഞ്ചസ് എങ്ങനെയാ അഡ്രസ് ചെയ്യാൻ തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഒബിയസ്ലി ഇപ്പം ഞാൻ ഇതിന്റെ കോർഡിനേറ്റർ ഡിസ്കസ് ചെയ്ത സമയത്ത് വി ഹാഡ് അനദർ പ്ലാൻ ദാറ്റ് ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഗ്രൂപ്പ്സ് ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള, പക്ഷെ we have around 300 participants. I don't think it will not possible. So എനിക്കത് നമുക്കത് ഡിസ്കസ് ചെയ്ത് ഓരോ ഗ്രൂപ്പിലും എത്താനുള്ള സമയമോ അല്ലെങ്കിൽ അത്രയും സാധനങ്ങൾ ഉണ്ടാവും തോന്നുന്നില്ല. സോ whenever you need to discuss anything, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹാൻഡ് റൈസ് ചെയ്യാം അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം, നമുക്ക് ചോദിക്കാം. നമുക്ക് ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോവാം. സോ ഈ പ്രോസസ്സ് ടിൽ നൗ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? എന്തെങ്കിലും ഞാൻ ആഡ് ചെയ്യാനുണ്ടോ? എന്തെങ്കിലും ഞാൻ ക്ലാരിഫൈ ചെയ്യാനുണ്ടോ? ഇവിടെ ഫിറ്റിംഗ് ടു ദ മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ നിങ്ങളൊരു യൂട്യൂബിന്റെ ലിങ്ക് ആണല്ലോ കൊടുത്തിരിക്കുന്നത്. അത് നമ്മളുടെ ബെക്കിന്റെ ഒരു കൺസെപ്റ്റ് അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരും. Thank you. So anything to be clarified? Okay. So ഈ സൈലൻസ് എനിക്ക് തോന്നുന്നു ക്ലാരിഫിക്കേഷൻസിന്റെ നീഡ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നു. I'm going forward. Okay. സോ ഇനി നമ്മൾ ഈ പ്രോസസ്സിലേക്ക് നമ്മൾ വന്നു. സോ ഗിവ് മീ 1 second. I need to change slide. ഓക്കെ. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ അതിൽ ബെക്കിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇറ്റ്സ് 5 minutes വീഡിയോ. ഒന്നുമില്ല, സിമ്പിളി ഇതെങ്ങനെയാണ് കണക്റ്റ് ആവുന്നത് ത്രൂ ഇപ്പോൾ ഒരു ഏത് സിറ്റുവേഷൻസ് എടുത്താലും ഇത് എങ്ങനെയാ സിംപ്ലി CBT എന്നുള്ളത് വർക്കബിൾ ആവുന്നത് എന്നുള്ളതിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ്. അത് കേട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ധാരണ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഐ വിൽ പ്ലേ ഇറ്റ്. Now, from the theory, we have what we call a generic cognitive model. The theory applies across all conditions, whether it's just a minor type of problem that a person might have, like procrastination or losing the temper too easily, or it may go all the ways to something like schizophrenia and depression and other conditions.
ഇത് അപ്ലിക്കബിൾ ആവുന്നത് ഈ പറഞ്ഞ പോലെ ചെറിയ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ചെറിയൊരു പ്രൊക്കാസ്റ്റിനേഷൻ എന്നുള്ള പ്രോസസ്സ് മുതൽ, അല്ലെങ്കിൽ പാത്തോളജി ഇൻവോൾവ് ആവാത്ത പ്രൊക്കാസ്റ്റിനേഷൻ എന്നുള്ള പ്രോസസ്സ് മുതൽ സ്കിസോഫ്രീനിയ എന്നുള്ള പ്രോസസ്സ് വരെ, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ എന്നുള്ള പ്രോസസ്സ് വരേക്കും ഇത് ഇത്രയും വൈഡ് സ്പ്രെഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്രോച്ച് ആണെന്നാണ് ബെക്ക് പറയുന്നത്. ഓക്കെ, So the theory then can help to explain all types of psychopathology, just like anatomy and physiology can explain all of the problems that people have in their abdomen or in the rest of their body for the surgeon. Now, once you have the theory, then let's say a patient comes in and the patient has depression and anxiety and, say, panic attacks and back pain. Now, how are you as a clinician going to understand that? Well, if you know the theory, you're going to be able to get a really quick picture right away. So this is the way you would formulate it. So from the theory, you're going to be able to get a formulation of the various disorders. So you might think, well, the person has back pain and panic attacks and depression. And what was, is there another thing? Anxiety. Anxiety. So you'd think as you put it together, well, first, perhaps the person had back pain, and perhaps might have been a veteran injured his back in the war. As he gets the back pain, he tends to focus his attention on the back pain. And what happens when you focus your attention on any pain? It gets worse. So first of all, he focuses his attention on that. Then he gets the belief from that this back pain is going to get worse and worse. And so he tends then to catastrophize. So first he has the focus on body sensations, and then he has the catastrophizing, the exaggeration of the body sensation. So he gets himself into the mode of focusing on body sensations and at the same time exaggerating the meaning of the sensation. And in this particular case, this catastrophic meaning is that the back pain is going to get worse and worse. So then, let's assume that he starts moving around and so on. He starts to feel dizzy. Well, he's already in the mode of focusing on the dizziness. And as he focuses on the dizziness and starts to catastrophize about it, what condition is he going to get next? And for this, you're not going to get a prize, but you're going to get shoved out of here if you don't guess what it is. Panic attacks, someone said. What did somebody say? Panic attacks. Of course. So this isn't a big mystery when the person comes in, but if you have a model in advance, now the model, the way you apply it, just before you actually get to talk to the patient, you now have a road map, or you have kind of a picture to know what to look for. So then he starts to get the panic attacks. And you know he's a catastrophizer, so he starts to think, this is never going to get better. When he starts to think it's never going to get better, or let's wait before he starts to think it's never going to get better. Then, once he has the panic attacks, what's going to happen from day to day regarding panic attacks? He's going to worry that he's going to get another panic attack, isn't he? So he's going to be anxious all the time. So now you have your back pain, you have your panic attacks, you have your anxiety. Now how does depression come into it? I'm never going to get better. Right. So with this conceptual model, you get a picture of the entire disorder. Now, we don't know with an individual case whether it's going to fit specifically that pattern, so then you have to look at the individual case and you find out that this person, let's say, has been in combat, and maybe in this particular case he has flashbacks and has a lot of worries about that particular thing. And then as his back pain develops and increases and so on,
he starts to think more and more of how things getting worse and worse. So then you make your own case formulation. Yeah. ഈ കൺസെപ്റ്റ് ക്ലിയർ ആയില്ല. അത് ആള് പറയുന്നത് ഞാൻ ഒന്നുകൂടെ നമ്മുടേതായ രീതിയിൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. Give me 1 second. I'll come to the Yeah. So, ഈ പറഞ്ഞതാണ് ഇതിന്റെ ക്രക്സ്. അതായത് സിംപ്ലി ദ കണക്ഷൻ ബിറ്റ്വീൻ ദോസ്, അതായത് എങ്ങനെയാണ് ഇത് എമേർജ് ചെയ്യുന്നത്, എങ്ങനെയാണ് കറണ്ട് സിംറ്റമറ്റോളജിയിൽ ആ വ്യക്തി എത്തി നിൽക്കുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ മോഡൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇപ്പോൾ നമുക്കിത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുക, ഐ മീൻ CBT എങ്ങനെയാണ് അത് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത്. സോ വെൻ കംസ് ടു ദി ഡിപ്രഷൻ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഏർലി എക്സ്പീരിയൻസസും നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ഒരു ഡിസ്ഫങ്ഷണൽ അസംഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ I'll tell you basic details about that. Okay, consider a teenager. അപ്പോൾ ആ ടീനേജർ ലൈക്ക് came to us for the help. അപ്പം ആ ഒരു പ്രോസസ്സിൽ ആൾ പറയാണ്, ഞാൻ ലൈക്ക് ഐ ഫീൽ ദാറ്റ് എനിക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, ഐ എം വെരി ബാഡ് ഇൻ മാത്സ് ഓർ വെരി ബാഡ് ഇൻ കെമിസ്ട്രി, വാട്ട് എവർ. ഓക്കെ, സോ ഇതായിരിക്കാം നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ഇഷ്യൂ. അപ്പോൾ നമ്മൾ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി ഏർലി എക്സ്പീരിയൻസസ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക. മേ ബി നീ കെമിസ്ട്രിയിൽ ഭയങ്കര മോശമാണല്ലോ എന്ന് ചിലപ്പോൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവും. നീ എപ്പോഴും നീ കെമിസ്ട്രി കൊണ്ട് കൊളാക്കാറുള്ളത്, അല്ലെങ്കിൽ എപ്പോഴും നീ മാത്സാ കൊണ്ട് കൊളാക്കാറുള്ളത്, അല്ലെങ്കിൽ നിനക്ക് കെമിസ്ട്രിയിൽ അങ്ങനെ മാർക്കൊന്നും ഇല്ല അല്ലേ, അല്ലെങ്കിൽ നിന്റെ ഇപ്പം എത്ര നോക്കിയാലും ആ പ്രോഗ്രസ് കാർഡിൽ കെമിസ്ട്രി എന്നുള്ളതായിരിക്കും അവിടെ മോശമായിട്ട് കാണാം. So the person already had experience in like maybe in the form of statements, maybe in the form of whatever, maybe നമ്മളിപ്പോൾ ചീത്ത പറയുന്നതായിട്ട് നെഗറ്റീവ് ആയിക്കോട്ടെ, വളരെ ഒരു നെഗറ്റീവായിട്ടൊരു എക്സ്പീരിയൻസ് റിലേറ്റഡ് ടു ദ സബ്ജക്ട്, മേ ബി മാത്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, വാട്ടവർ, അത് ഉണ്ടാവുന്നു. ഈ ഏർലി എക്സ്പീരിയൻസ് അവിടെ ഉണ്ടായി നിൽക്കുന്നു. ബട്ട് നമ്മുടെ മുമ്പിലെത്തിയ ഇഷ്യൂ, നമ്മുടെ മുമ്പിലെത്തി പറയുന്നത് എനിക്ക് +2 എനിക്ക് അല്ലെങ്കിൽ +1 എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, ഐ എം വെരി ബാഡ് ഇൻ ദാറ്റ്. ഓക്കെ, സോ ഈ ഒരു അസംഷൻ ഉണ്ടാവുന്നത് ഞാൻ കെമിസ്ട്രിയിൽ മോശമാണ്. ഓക്കെ, ലൈക്ക് ദ പേഴ്സൺ ഇറ്റ്സെൽഫ് അസ്യൂം ദാറ്റ് ഞാൻ അതിൽ മോശമാണ് എന്നുള്ളതാണ്. അപ്പോൾ മേ ബി എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നു. അപ്പോൾ നമുക്കൊരു കെമിസ്ട്രി അല്ലെങ്കിൽ ഒരു എക്സാം നടത്തുന്നു, എക്സാമിന് മുമ്പ് തന്നെ ദിൽ ഹാവ് ദ തോട്ട് ദാറ്റ് ഈ പറഞ്ഞ പോലെ എനിക്ക് കെമിസ്ട്രി പഠിക്കാൻ പറ്റില്ലല്ലോ, ഓൾറെഡി ഐ ഹാവ് എ ഏർലി എക്സ്പീരിയൻസ്, ഐ ഹാവ് ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ഓൺ ദാറ്റ്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളതും എൻ്റെ ചുറ്റുപാടും എനിക്ക് തന്നിട്ടുള്ള ഫീഡ്ബാക്ക് എല്ലാം ഞാൻ കെമിസ്ട്രിയിൽ മോശമാണ് എന്നുള്ളതാണ്. വെൻ കംസ് ടു എൻ എക്സാം, ആ എക്സാമിൻ്റെ ഒരു റിസൾട്ടിലേക്ക് വരുമ്പോൾ ഇഫ് ദ മാർക്സ് the person got like less compared to the other subjects, a critical incident അവിടെ ഉണ്ടാവുന്നു, and the assumption got activated. അതായത് ആ പോയിന്റ് വരെ ടിൽ ആ എക്സാമിന്റെ റിസൾട്ട് കിട്ടുന്നവരെ they have that dysfunctional thought അല്ലെങ്കിൽ assumption. ഈ അസംഷന് അനുസൃതമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നു. ആ ഇൻസിഡന്റിൽ എന്ത് ചെയ്യുന്നു, ഇത് ആക്ടിവേറ്റ് ആകുന്നു. സോ ആക്ടിവേറ്റിലേക്ക് എത്തി ആ പോയിന്റിൽ ആ അസംഷൻ എന്ത് ചെയ്തു, കൃത്യമായിട്ടൊരു നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്. അപ്പൊ എന്തുകൊണ്ട് നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, സോ the paper was distributed to the client. ആ മൊമെന്റിൽ എന്ത് ചെയ്തു, ആ തോട്ട് വന്നു, ഓക്കെ ഐ എം വെരി ബാഡ് ഇൻ കെമിസ്ട്രി. സോ ആ തോട്ടിന്റെ നേച്ചർ എന്ന് പറയുന്നത് നെഗറ്റീവ് നേച്ചറാണ്.
ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ വിത്തൗട്ട് ഫിൽറ്ററിങ്, അതായത് ഇതിങ്ങനെയാണോ, ശരിക്കും ഇങ്ങനെ തന്നെ ആയിരുന്നോ എന്നൊരുത്തുള്ള ഒരു ഫിൽറ്ററിങ് ഇല്ലാതെ കയറി പോകുന്ന ഒരു തോട്ടാണ് നെഗറ്റീവ് ഓട്ടോമാറ്റിക്. സോ ഐ എം ബാഡ് ഇൻ കെമിസ്ട്രി. ഓക്കെ, സോ ഇത് ആളുടെ ഫങ്ഷനിങ്ങിനെ എഫക്റ്റ് ചെയ്യാം, ആളുടെ ഈ പറഞ്ഞ പോലെ ഇനി അടുത്ത സബ്ജക്റ്റുകൾ പഠിക്കുന്നതിനെ എഫക്റ്റ് ചെയ്യാം, ഫോക്കസിനെ എഫക്റ്റ് ചെയ്യാം, ഇനി മുന്നോട്ടേക്ക് കെമിസ്ട്രി ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആളിൽ ഉണ്ടാക്കാം. ഏത് തരത്തിൽ വേണമെങ്കിൽ, ഇപ്പം നേരത്തെ ബെക്ക് പറഞ്ഞ പോലെ ദ കണക്ഷൻ ബിറ്റ്വീൻ ഈ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു പാനിക് അറ്റാക്കും ബാക്ക് പെയിനും, അല്ലെങ്കിൽ ഇതെല്ലാത്തിൻ്റെയും പാനിക് അറ്റാക്ക്, ബാക്ക് പെയിൻ, ആങ്സൈറ്റി എന്ന് പറയുന്നതിന്റെ കണക്ഷൻ ഡിറൈവ് ചെയ്യുന്നത് പോലെ ഈ പർട്ടിക്കുലർ നെഗറ്റീവ് തോട്ട്സ് കൊണ്ടുണ്ടാവുന്ന ഒരു കണക്ഷൻസ് എന്ത് ചെയ്യുന്നു, അവിടെ ഡിറൈവ് ചെയ്യുന്നത്. അത് എവിടേക്കാണ് ഇതിന്റെ എഫക്ട് ചെയ്യുന്നതാണ്. സോ ബിഹേവിയറൽ പാർട്ട്, നമ്മളുടെ സ്വഭാവത്തിന് എങ്ങനെ നമ്മൾ ആക്ട് അപ്പോൺ ചെയ്യുന്നു എന്നുള്ളതിന്റെ കൃത്യമായിട്ട് എഫക്ട് ചെയ്യും. മോട്ടിവേഷൻ ഒബിയസ്ലി നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കെമിസ്ട്രി ആണ് ആൾക്ക് ബുദ്ധിമുട്ട്, ഞാൻ കെമിസ്ട്രിയിൽ വളരെ മോശമാണ് എന്ന് തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കെമിസ്ട്രി പഠിക്കാനുള്ള മോട്ടിവേഷനെ പറ്റി ആലോചിക്കുന്നത്. ഞാനിത് ഇങ്ങനെ ഇത്രയും ഒരു ബേസ് ലെവൽ, അതൊരു പെത്തോളജി ലെവലല്ലാതെ ഒരു ബേസ് ലെവൽ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ്, നമ്മളെല്ലാവരും ഇതിലൂടെ പോയിരുന്ന ആളുകളായതുകൊണ്ടാണ്, നമുക്ക് എല്ലാവർക്കും ഇത്തരം ഒരു ഫീഡ്ബാക്കുകൾ കിട്ടിയ ആളുകളായതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. സോ അതിൽ മോട്ടിവേഷൻ ഒബിയസ്ലി ഇത് എഫക്ട് ചെയ്തിട്ടുണ്ടാകും. എഫക്റ്റീവ് എലമെന്റ് ഈ പറഞ്ഞ പോലെ മൂഡ് റിലേറ്റഡ് ആയിട്ട് കൃത്യമായിട്ട് അതിൽ എഫക്ട് ചെയ്തിട്ടുണ്ടാവും. കോഗ്നിറ്റീവ് എലമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു, അതൊരു ഫോക്കസ് ചെയ്യാനും അല്ലെങ്കിൽ ഇതിന്റെ മെമ്മറി വീണ്ടും ട്രിഗർ ചെയ്യാനൊക്കെ നമ്മളെ അതിൽ കാരണമാവാം. സൊമാറ്റിക് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ വി കൻ ഓൾസോ കോൾ ഇറ്റ് നമുക്ക് പറയാം ബോഡി ചേഞ്ചസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ അത് when thinking about chemistry or when thinking about studying about chemistry, അല്ലെങ്കിൽ യൂണിറ്റ് കവർ ചെയ്യണം, when reminded about exam of chemistry, ഇതൊക്കെ എത്തുമ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഇത് ട്രിഗർ ചെയ്യാം. സോ ദേ വിൽ ഹാവ് ലോട്ട് ഓഫ് സൊമാറ്റിക് സിംറ്റംസ്, മേ ബി ഓട്ടോണമിക് സിംറ്റംസ് ഒക്കെ വരാം, ഹാർട്ട് ബീറ്റ് കൂടാം, അല്ലെങ്കിൽ ഒരു തളർച്ച വരുന്ന പോലെ തോന്നാം, ചിലപ്പോൾ വയറിങ്ങനെ കുഴഞ്ഞു മറിയുന്ന പോലെ തോന്നാം, ഇവിടെയൊക്കെ ഒരു പെയിനോ വെയിറ്റ് ഉള്ള പോലെയൊക്കെ തോന്നാം, ഷോൾഡറിമേ വെയിറ്റ് ഉള്ള പോലെ തോന്നാം, നെഞ്ചുമേ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യാം, മൊത്തത്തിലൊരു മോട്ടോർ എബിലിറ്റി ഭയങ്കര സ്ലോ ആയ പോലെയൊക്കെ ഫീൽ ചെയ്യാം. ഇതെല്ലാം ഉണ്ടാവാം. ഇറ്റ്സ് ഓൾ കണക്റ്റഡ്. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഡീറ്റെയിലിംഗ് ഓഫ്, അല്ലെങ്കിൽ ഒരു സിംറ്റമറ്റോളജി ഡീറ്റെയിലിങ്ങും എത്ര ഏരിയാസിൽ ഇത് എഫക്ട് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ഫാക്ടേഴ്സ് അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നെല്ലാം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവാം. ഇതല്ല നമ്മളിപ്പോൾ ഈ ഒരു അപ്രോച്ചോ ഈ ഒരു മോഡലോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തില്ല എങ്കിൽ വിൽ ചെക്ക് ഇറ്റ്. ഈ പറഞ്ഞ പോലെ കെമിസ്ട്രി പഠിക്കാൻ പ്രാക്ടിക്കലി ആൾക്ക് എന്താ പ്രശ്നം എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാം. നമ്മൾ കെമിസ്ട്രി മനസ്സിലാവാത്താണോ, കെമിസ്ട്രിക്ക് ട്യൂഷൻ വേണോ, കെമിസ്ട്രിക്ക് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുമോ, ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ്. പക്ഷെ അതല്ല നമ്മുടെ പ്രൈമറിലി. അതായത് അതിലൊരു ഇമോഷൻ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, ഒരു പെത്തോളജി ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി നീഡ് ടു വർക്ക് ഓൺ ദാറ്റ്. എന്നിട്ട് നമ്മൾ അതിലേക്ക് എത്തും. അപ്പോൾ ട്യൂഷൻ അറേഞ്ച് ചെയ്യാം, അതൊരു മോശമായിട്ടുള്ള കാര്യമല്ല. ആദ്യം ട്യൂഷൻ അറേഞ്ച് ചെയ്യാൻ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആവുമായിരിക്കാം. പക്ഷേ ഈ കോൺഫിഡൻ്റ് ആവുക എന്ന് പറയുന്നതും, അല്ലെങ്കിൽ ആ ട്യൂഷൻ അറ്റ്ലീസ്റ്റ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാനസിക സ്ഥിതിയാണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ചുമതല കൂടി നമുക്കുണ്ട്. അപ്പോൾ വെൻ കംസ് ടു എ മോഡൽ, CBT എന്നുള്ളൊരു മോഡലിലേക്ക് നമ്മൾ എത്തുമ്പോൾ, അല്ലെങ്കിൽ ഡിപ്രഷൻ എന്നുള്ളൊരു CBT ഫോർ ഡിപ്രഷൻ എന്നുള്ളൊരു മോഡൽ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ we can easily connect with those. അതെങ്ങനെയാണ്, എന്താണ് അത്, എങ്ങനെയാണ് അത് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സ് അതിൽ ഉണ്ടാവും എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സോ ഈ ഒരു എന്താ പറയാ, ഒരു ഫോർമുലേഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയാം വി ആർ ട്രൈയിങ് ടു ഫോർമുലേറ്റ് ദി കറന്റ് സിംറ്റമറ്റോളജി ഇൻ ടു ഈ പറഞ്ഞ ഒരു ഏരിയയിൽ നമ്മൾ നിൽക്കുന്നു. അപ്പം നമ്മൾ തുടക്കത്തിൽ പ്രിൻസിപ്പിൾ ഒരു കാര്യം പറഞ്ഞു, വി ഹാവ് എ സ്ട്രക്ചർ അല്ലേ, ആ സ്ട്രക്ചറിലാണ് നമ്മൾ ഇനി വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങാം. അപ്പൊ ഇത് ക്ലിനീഷ്യൻ ആണോ? അപ്പോൾ നമുക്ക് തോന്നും ഇപ്പോൾ ഇത് ക്ലിനീഷ്യൻ ഇതിപ്പോ ഉണ്ടാക്കി കൈവയ്ക്കുകയാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ക്ലിനീഷ്യൻ എന്താണ് ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് അടുത്ത ഒരു പോയിന്റ്. അപ്പോൾ അതിലാണ് നമ്മൾ പറയുന്നത് ഇംപ്ലിമെന്റിങ് ദി സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, ഏത് സ്ട്രാറ്റജിയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും ബേസ്
ഒരു ഐഡിയ തരുന്നതാണ് ഈ പറഞ്ഞ മോഡൽ. ഓക്കെ, സോ ഇതിലേക്ക് നമ്മൾ കടക്കുമ്പോൾ സോ വെൻ കംസ് ടു ഡിപ്രഷൻ, ഈ കോഗ്നിറ്റീവ് ട്രയാഡ് പറയാതെ നമുക്ക് പോകാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ എന്താണ് കോഗ്നിറ്റീവ് ട്രയാഡ് എന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ ബെക്കിന്റെ ഒരു നിർവചനം സിംപിളി പറയുകയാണെങ്കിൽ നെഗറ്റീവ് ടുവേർഡ്സ് സെൽഫ്, നെഗറ്റീവ് ടുവേർഡ്സ് അതേഴ്സ് അല്ലെങ്കിൽ ചുറ്റുപാട്, അല്ലെങ്കിൽ നെഗറ്റീവ് ടുവേർഡ്സ് ഫ്യൂച്ചർ. ഓക്കെ, സോ ഇതിൽ നെഗറ്റീവ് ടുവേർഡ്സ് സെൽഫ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഐ കനോട്ട് കണ്ടിന്യൂ മൈ സ്റ്റഡീസ് എന്ന് നമ്മുടെ മുമ്പിൽ ആ ക്ലയൻറ്റ് പറയുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതും, ലൈക്ക് ഹൗ ഡിഡ് ഐ കം ടു ദറ്റ് കൺക്ലൂഷൻ ദാറ്റ് എനിക്കത് എടുത്താൽ പൊങ്ങാത്തൊരു സാധനമാണെന്നുള്ള രീതിയിൽ ഞാൻ കൺക്ലൂഡ് ചെയ്യപ്പെട്ടത് എന്തുകൊണ്ടാണെന്നുള്ളതും ചിലപ്പോൾ ഈ കണക്ഷനിൽ നമുക്ക് കിട്ടുക. അപ്പോൾ നെഗറ്റീവ് ടുവേർഡ്സ് സെൽഫ് എന്ന് പറയുമ്പോൾ ഞാൻ കൊള്ളൂല, ഞാൻ മോശമാണ് എന്നുള്ള ധാരണ ജനറേറ്റ് ചെയ്യാൻ ഡിപ്രഷന് സാധിക്കുന്നു. ആ ഡിപ്രഷന് സാധിക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും 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 ആ ട്രൈ ചെയ്യുന്ന സാധനങ്ങൾ വീണ്ടും എന്ത് ചെയ്യുന്നു, അത് നടക്കൂല എന്നുള്ള ഒരു രീതിയിൽ തന്നെ പോകുന്നു. ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ അഫക്ട് ദി ഫങ്ഷനിങ് ഓഫ് ദാറ്റ് പേഴ്സൺ. സോ അതെന്ത് ചെയ്യും, ഇതിങ്ങനെ ഒരു ലൂപ്പിലോ അല്ലെങ്കിൽ ഇതിങ്ങനെ കണക്റ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും നമ്മളിത് കാണുന്നുണ്ടാവുക. ഒബ്വിയസ്ലി അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, അതായത് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ചുറ്റുപാട് എനിക്ക് ഒട്ടും കണക്റ്റഡ് ആവില്ല, എൻ്റെ ചുറ്റുപാട് ഒട്ടും എനിക്ക് റീഇൻഫോഴ്സ് ചെയ്യില്ല. എൻ്റെ ചുറ്റുപാടിൽ ഒരു തരി സാധനങ്ങൾ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറച്ചുകൂടി മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു ധാരണ ഉണ്ടാവും. അതാണ് ഇനി പറഞ്ഞ നെഗറ്റീവ് വ്യൂസ് അബൌട്ട് വേൾഡ്, അല്ലെങ്കിൽ ചുറ്റുപാട്, അല്ലെങ്കിൽ കൂടെ ഉള്ള സ്ഥലം, അല്ലെങ്കിൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പം ഒബിയസ്ലി ആ പോയിന്റിലേക്ക് നിൽക്കുമ്പോൾ ഈവൻ ഇപ്പം ദ പേഴ്സൺ ഈസ് ട്രൈയിങ് ടു കണക്ട്, ഈ പറഞ്ഞ പോലെ എനിക്ക് തീരെ പറ്റുന്നില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഈ പറഞ്ഞ വേൾഡിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ എൻവയോൺമെന്റിൽ ബാക്കിയുള്ള ആളുകളുണ്ടല്ലോ, ഇവർക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അത് കുഴപ്പമില്ല, അത് മാറിക്കോളും, അല്ലെങ്കിൽ അത് നീ ഒന്ന് ട്രൈ ചെയ്താൽ മതി, നീ ട്യൂഷൻ പോയാൽ മതി, അല്ലെങ്കിൽ നീ ഒന്ന് നോക്കി നോക്ക്, നീ ഒന്ന് ഇരുന്ന് നോക്ക്, നീ എക്സ്ട്രാ ടൈം എടുത്ത് നോക്ക്, ഇതൊക്കെ നീ വെറുതെ ചിന്തിക്കുന്നത്, അതൊക്കെ ഇപ്പോൾ ഈ സമയത്ത് ഉണ്ടാവലുണ്ട്, ഇതൊക്കെ സ്ട്രെസ്സിന്റെ ഭാഗം, ഇങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങളും കൂടെ ആവുമ്പോൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ നോബഡി കണക്ട്സ് വിത്ത് മീ എന്നുള്ളതാണ്. ഒരാൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഒബിയസ്ലി ആ ഡിപ്രസീവ് എലമെന്റുകൾ കുറച്ചുകൂടി എന്ത് ചെയ്യും, ഷോക്കേസ് ചെയ്യപ്പെടുന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ കറണ്ട് ആയിട്ടുള്ള എൻ്റെ സിറ്റുവേഷൻ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തിടത്തോളം കാലം ഐ എം നോട്ട് ബിലീവിങ് ദാറ്റ് എനിക്കത് ഫ്യൂച്ചറിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഞാൻ ആ കേസിന്റെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സിംറ്റമറ്റോളജിന്റെ ബേസിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അത്ര മെല്ലെ പറയുന്നത്. സോ ഇതിലേക്ക് വരുമ്പോൾ ഐ ഫീൽ ദാറ്റ് ഈ പറഞ്ഞ പോലെ ഞാൻ ഒട്ടും എൻ്റെ ഭാവി എന്ന് പറയുന്നത് എനിക്കിപ്പോൾ വർക്ക് ചെയ്താലാണല്ലോ ഞാൻ ഭാവിയിലേക്ക് അത് എൻ്റെ ഔട്ട്കം റീക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, എൻ്റെ ഭാവി എന്ന് പറയുന്നത് അത്ര ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്കൊരു പ്ലസന്റ് ആയിട്ടോ, അല്ലെങ്കിൽ എനിക്കൊരു ഹോപ്പ് ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു ഭാവി അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിലുണ്ടാവുന്ന ഒരു കണ്ടന്റ്. അപ്പം സ്വാഭാവികമായിട്ടും ഈ 3 ഏരിയാസ് നോക്കുമ്പോൾ ആ കോഗ്നിറ്റീവ് ട്രയാഡ് ഡെവലപ്പ് ചെയ്യുക തന്നെയാണ് ഒരു ഡിപ്രഷൻ എന്നുള്ളത്. ഈവൻ ഒരു 70s ബെക്കിന്റെ വർക്ക് നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും, കൂടുതലും ഈ പറഞ്ഞ പോലെ ഡിപ്രഷൻ എന്നുള്ള ഏരിയയിൽ തന്നെയാണ് വർക്ക് നടന്നിരിക്കുന്നത്. അപ്പൊ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള ഈ ട്രയാഡ് കണക്ഷൻസ് ആണ് അതിൽ കൃത്യമായിട്ട് ഡിപ്രഷനെ കണക്ട് ചെയ്യുന്ന ഒരു ഏരിയ. അപ്പം ഇതിപ്പം നമുക്ക് വേണമെങ്കിൽ ഇപ്പം നെഗറ്റീവ് ടുവേർഡ്സ് സെൽഫ് എന്നും അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്നും അല്ലെങ്കിൽ വേൾഡ് എന്നൊക്കെ പറഞ്ഞു പോവാം. പക്ഷെ ഇങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് അറിഞ്ഞാൽ മാത്രമേ നമുക്കതിൽ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ഫൈൻ. സോ ടിൽ നൗ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ എനിക്ക് തോന്നുന്നു ഒന്ന് ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താലും മതി തോന്നുന്നു. ഇനി അഥവാ ഞാൻ വിടുകയാണെങ്കിൽ കോർഡിനേറ്റർ മാജിദ് അത് നോട്ട് ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കണം. ഓക്കെ, യാ.
So cognitive strategies like വരുമ്പോൾ so we have already mentioned that we have cognitive strategies, behavioral strategies, cognitive behavioral strategies and preventive strategies. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വരുമ്പോൾ ഇത്തരം ടെക്നിക്കുകൾ നമ്മൾ ടെക്നിക്കുകളായിട്ടൊക്കെ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം. അതിപ്പോൾ മേ ബി ഒരു ഡിസ്ട്രാക്ഷൻ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ അപ്പോൾ ആ ഒരു തോട്ട് വരുന്ന സമയത്ത് അതിന് ഡിസ്ട്രാക്ട് ആവുക. സോ അങ്ങനെയായിരിക്കും എൻ്റെ കൺസെപ്റ്റ് പോകുന്നുണ്ടാവുക. അല്ലെങ്കിൽ അപ്പോൾ ആ തോട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ വേഗം ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള ടെക്നിക്ക് ഉപയോഗിച്ചോ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് കുറച്ചുകൂടെ ആ തോട്ടിനെ മനസ്സിലാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ആ തോട്ട് എന്നുള്ള ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ പറ്റുന്നുണ്ടോ എന്ന് പറയുന്നതാണ് നല്ലത്. കാരണം പലപ്പോഴും ഈ നമ്മളിപ്പോൾ പല കേസസും സൂപ്പർവൈസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാവുന്ന പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു ഹാവ് എനി നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ് അറൈസസ് അപ്പോൾ ആ പോയിന്റിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ വേഗം ഡിസ്ട്രാക്ഷൻ ടെക്നിക്സ് ഉപയോഗിച്ചോളൂ. ഡിസ്ട്രാക്ഷൻ ടെക്നിക്സ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, അതൊക്കെ അങ്ങ് പോകും. സോ അതൊരിക്കലും ആ ക്ലയൻറ്റിന് കണക്റ്റ് ആവില്ല. കാരണം ഈ ഡിസ്ട്രാക്ഷൻ ടെക്നിക്സ് എന്നുള്ളത് ഇപ്പം എനിക്കുണ്ടായിട്ടുള്ള നെഗറ്റീവ് തോട്ടിനെ ഇറാഡിക്കേറ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ അതിന് തികച്ചും അവിടെ നിന്ന് തുടച്ചു നിൽക്കാനുള്ള ഒരു മെത്തേഡായിട്ടാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല. സോ ദ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്ട്രാക്ഷൻ എലമെന്റ് അവിടെ കൊടുക്കുന്നതിൻ്റെ ആവശ്യകത ഇപ്പോൾ മേ ബി ഇപ്പോൾ നമ്മളിപ്പോൾ ഈ നെഗറ്റീവ് തോട്ടിന്റെ കണ്ടിന്യൂറ്റി പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നമുക്ക് അതിൻ്റെ കുറയ്ക്കാനോ അല്ലെങ്കിൽ കൂട്ടാനൊക്കെ സാധിക്കും. സ്വാഭാവികമായിട്ട് ഇത് കൂടുന്നത് എപ്പോഴായിരിക്കും, ലൈക്ക് തിങ്കിങ് അബൌട്ട് ദി സെയിം തിങ് അല്ലേ, എങ്ങനെയാണല്ലോ എന്നുള്ളൊരു ഏരിയ അവിടെ ഉണ്ടാവാം. സോ ഈ സമയത്ത് എത്രത്തോളം ആ വ്യക്തിക്ക് ഈ ഡിസ്ട്രാക്ഷൻസ് ടെക്നിക്സ് അവിടെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ മേ ബി ഇപ്പോൾ ഒരു ഫോക്കസിങ് ഓൺ ആൻ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ കളറാണോ, സ്പെസിഫിക് സൈസ് ആണോ, മെറ്റീരിയൽ ആണോ, എന്തൊക്കെയായിരിക്കും എന്നുള്ള തോട്ട്സ് കൊണ്ടുവരുമ്പോൾ ഈ തോട്ട്സിന് മേലെയോ അല്ലെങ്കിൽ ഈ തോട്ട്സിനെ മാറ്റിയിട്ടോ ഉള്ളൂ എന്നുള്ളതല്ല എൻ്റെ കൺസെപ്റ്റ്. എൻ്റെ കൺസെപ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ തോട്ട്സിൽ നിൽക്കുമ്പോഴും ഈ തോട്ട്സിലേക്ക് വരാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ ഇത് വരുമ്പോൾ ആ തോട്ടൊക്കെ പൊക്കോളും എന്നുള്ള കൺസെപ്റ്റ് അല്ല. ഈ നെഗറ്റീവായിട്ടുള്ള തോട്ട് നിൽക്കുന്ന പോയിന്റിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ തോട്ട്സിനെ അവിടെ, അതായത് നമ്മൾ കൊടുക്കുന്ന, നമ്മൾ തിങ്ക് ചെയ്യുന്ന, നമ്മൾ ഡിറക്റ്റ് ചെയ്യുന്ന തോട്ടിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവിടെ സർവ് ചെയ്യാൻ പറ്റുന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഒരു ഗ്രൗണ്ടിങ് ഒരു ടെക്നിക്ക് പോലെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെൻസറി അവയർനെസ്. വി കൻ ആസ്ക് ദം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കാണണേ, ഈ തെറാപ്പി സെറ്റിങ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണണേ, എന്തൊക്കെ ശബ്ദങ്ങളാണ് നിങ്ങൾക്ക് കേൾക്കണേ, അല്ലെങ്കിൽ എന്തൊക്കെ മേ ബി ടേസ്റ്റ് ചെയ്യാനുണ്ടെങ്കിലും നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നോക്കാം. ടച്ച് എന്തൊക്കെയാണ് ഫീൽ ചെയ്യണത്, ബോഡിയിൽ എന്തൊക്കെ ടച്ചസ് ഫീൽ ചെയ്യും. മേ ബി അവരിയ്ക്കുന്ന ചെയറും അവരുടെ സ്കിന്നുമായിട്ടുള്ള ടച്ച് ആയിരിക്കാം, അവരുടെ ഡ്രസ്സും അവരുടെ സ്കിന്നുമായിട്ടുള്ള ടച്ച് ആയിരിക്കും, whatever. എന്തൊക്കെ സ്മെല്ലാണ് അവർക്ക് ഫീൽ ചെയ്യണേ. അപ്പം ഈ കംപ്ലീറ്റ്ലി സെൻസ് ഓർഗൻസിനെ എല്ലാം എന്ത് ചെയ്യുന്നു, നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഗ്രൗണ്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം, ഞാൻ വീണ്ടും പറയുന്നു, ആ നെഗറ്റീവ് തോട്ടിനെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട് എന്ന് പറയുന്നതിനെ ഓവർ പവർ ചെയ്യുക എന്നുള്ളതല്ല കൺസെപ്റ്റ്. നെഗറ്റീവ് തോട്ടിൽ നിൽക്കുമ്പോഴെങ്കിലും നിൽക്കുന്ന ആ പോയിന്റിലും ഈ ഏരിയാസ് ആൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ, so we have a lot of mental exercises for counting back from 1000 അല്ലെങ്കിൽ ഇപ്പോൾ list the animals with the first letter. ഇതൊക്കെ യൂഷ്വലി നമ്മൾ കൊടുക്കുന്ന ഏരിയാസ് ആണ്, പക്ഷെ ഇതും അവിടെ അക്കോമഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം. ഓക്കെ, സോ ബേസിക് ഒരു കോഗ്നിറ്റീവ് സ്ട്രാറ്റജീസിലേക്ക് വരുമ്പോൾ വി ഹാവ് ദീസ് കണക്ഷൻസ്. അപ്പോൾ അതുപോലെ തന്നെ when comes to the behavioral strategies from monitoring activities എന്ന് പറയും. അപ്പോൾ we used to have ഇപ്പം നമ്മളിപ്പോൾ യൂഷ്വലി ഇപ്പം നമ്മളൊരു ആക്ടിവിറ്റി ഷെഡ്യൂളിംഗ് ഒക്കെ ചെയ്യും. അപ്പം ഇത്ര മണിക്ക് എണീക്കണം, ഇത്ര മണിക്ക് ചെയ്യണം, ഇത്ര മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഇത്ര മണിക്ക് ഇത്, ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുമായിരിക്കാം. പക്ഷെ ഇപ്പോൾ അവരുടെ പോയിന്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എന്താ പറയുക, ആക്ടിവിറ്റി കൊടുക്കുന്നതിലൂടെ ഒരു ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളതിനേക്കാളും പലപ്പോഴും അവരുടെ ഒരു ഡേ ടു ഡേ ഫങ്ഷനിങ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പല ആക്ടിവിറ്റീസും അതായത് ഒരു ഡേ ടു ഡേ ഫങ്ഷനിങ്ങുള്ള പല ആക്ടിവിറ്റീസിനും പല രീതിയിലാണ് അവർ റേറ്റ് ചെയ്യുന്നത്, പല രീതിയിലാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പലപ്പോഴും അത്തരം ഒരു എന്താ പറയാ,
ഇതിനൊരു എത്രത്തോളം പ്ലഷറാണ്, എത്രത്തോളം ഞാൻ അതിൽ മാസ്റ്ററി ആണെന്നുള്ള അത്തരം പോയിന്റുകളൊന്നും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ യൂഷ്വലി നമ്മൾ സെഷൻസ് കാണുന്ന തെറപ്പിസ്റ്റുമായിട്ടുള്ള ഡിസ്കഷൻസിലും സൂപ്പർവിഷനിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ആക്ടിവിറ്റി ഷെഡ്യൂൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഒബ്വിയസ്ലി ആക്ടിവിറ്റി ഷെഡ്യൂൾ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്തിട്ടും അല്ലെങ്കിൽ അത് അത്തരം സാധനങ്ങൾ കൊഗ്നിറ്റീവ്ലി വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം ഒരു ഡിപ്രസീവ് എപ്പിസോഡിലുള്ള ഒരാൾ നമ്മൾ കാണുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ വീണ്ടും ആക്ടിവിറ്റി ഷെഡ്യൂൾ ചെയ്യുന്നതിന്റെ ഒരേ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ക്ലയന്റും തെറപ്പിസ്റ്റും അല്ലെങ്കിൽ ക്ലയന്റും ക്ലിനീഷ്യനും ഒരുമിച്ചിരുന്ന് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു ഏക ബെനിഫിറ്റ് ഉള്ളത്. സോ അതിൽ എത്രത്തോളം ക്ലയന്റിന് അതിൽ പ്ലഷറബിൾ ആണ്, എത്രത്തോളം അതിൽ മാസ്റ്ററി എന്ന് പറയുമ്പോൾ എത്രത്തോളം അത് എനിക്ക് ചെയ്ത് ശീലമുള്ള, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ ഇനിയും സാധിക്കുന്ന എന്ന തരത്തിൽ ലേബൽ ചെയ്യപ്പെടുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ ആക്ടിവിറ്റിയിലും ഇപ്പോൾ പ്ലഷറബിൾ ആണോ മാസ്റ്ററി ആണെന്നുള്ളത് ചിലപ്പോൾ PM എന്നുണ്ടാവും, ചിലപ്പോൾ P എന്നുണ്ടാവും, ചിലപ്പോൾ M എന്നുണ്ടാവും. സോ അത്തരം ഒരു 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 നോട്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഗെറ്റ് ഇൻ ടു ദി ആക്ടിവിറ്റി എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും അവർ എക്സ്പ്രസ് ചെയ്യുന്ന ഏരിയ ഐ എം നോട്ട് ഗെറ്റിംഗ് എനിത്തിങ് ഫ്രം ദിസ് എന്നാ പറയുക. അപ്പോൾ യൂഷ്വലി നമ്മളൊരു ഷെഡ്യൂൾ കൊടുക്കുന്ന സമയത്ത് ദേ യൂസ് ടു സേ ദാറ്റ് എനിക്ക് ഷെഡ്യൂളായിട്ട് ഒന്നും ആയില്ല, അല്ലെങ്കിൽ എനിക്ക് ഷെഡ്യൂളായിട്ട് എനിക്കൊന്നും വർക്ക് ആയില്ല എന്നുള്ളതാണ് അവർ പറയേണ്ടാവുക. സോ യൂഷ്വലി അങ്ങനെ ഒരു ഷെഡ്യൂളിൻ്റെ ആവശ്യകതയിലേക്ക് മേ ബി വെൻ കംസ് ടു ദി ഒരു ആക്ടിവിറ്റി ഷെഡ്യൂളിൻ്റെ ബേസിൽ മോണിറ്റർ ചെയ്യുന്നതിനും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പം ആക്ടിവിറ്റി ഷെഡ്യൂളിലേക്ക് നമ്മൾ എത്തുമ്പോൾ യൂഷ്വലി ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാ അത് വർക്ക്ഔട്ട് ചെയ്യുക, ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാ അതിൽ നിന്ന് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അവർ നമ്മുടെ അടുത്ത് പറയുന്ന ഒരു ഏരിയ. സോ ആ ഷെഡ്യൂളിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഏരിയാസ് എല്ലാം കൂടെ, അതായത് ഈ ചോദ്യത്തിനടക്കം, അതായത് വാട്ട് ഷാൽ ഐ ഡു നൗ എന്നുള്ള ചോദ്യത്തിനടക്കമുള്ള ആൻസർ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അത് ഒരുമിച്ച് തന്നെയാണ് അത് ഫോർമുലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചില ഏരിയാസ് ഒക്കെ ഉണ്ടാവും, ചില ആളുകൾ പറയേണ്ടാവുക, സോ എനിക്ക് എന്തായാലും ആ വർക്ക് ചെയ്യണം, പക്ഷേ എനിക്ക് തോന്നുന്നില്ല, അത് എന്നെ കൊണ്ട് എടുത്താൽ പൊങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അത് എന്നെ കൊണ്ട് ഇപ്പോൾ തീർക്കാൻ പറ്റും തോന്നുന്നില്ല. ബട്ട് ലൈക്ക് ഐസ് ഓൺ മൈ എന്താ വർക്ക്. അപ്പോൾ ആളുകൾ മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട്, ആളുകൾ സൂപ്പർവൈസ് ചെയ്യപ്പെടുന്നുണ്ട്, സോ എനിക്ക് തീർത്തേ പറ്റുള്ളൂ. സോ അങ്ങനെ ഒരു ഏരിയകളൊക്കെ നമ്മൾ വരുന്ന സമയത്ത് യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടെ അതിനെ ഗ്രേറ്റഡ് ടാസ്ക് ആക്കുക. അതായത് വി ആർ കട്ടിങ് ഇൻ ടു ലൈക്ക് സ്മോൾ ടാസ്ക്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും, മെല്ലെ വർക്ക്ഔട്ട് ചെയ്യും. അപ്പം അത് ഈ പറഞ്ഞതിൽ മാത്രമല്ല, ഒരു ഡിപ്രഷന്റെ സിവിയറിറ്റിക്ക് അനുസരിച്ചും ചില ആളുകൾ പറയും എണീറ്റ് ഒന്ന് പോയി ഫേസ് വാഷ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എണീറ്റ് എൻ്റെ സെൽഫ് കെയർ പ്രോസസ്സിലേക്ക് ഇൻവോൾവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ വി യൂസ് ടു കട്ട് ഇൻ ടു സ്മോൾ ആക്ടിവിറ്റീസ്, ഗെറ്റിംഗ് അപ്പ്, അല്ലെങ്കിൽ കോമ്പിങ് ഹെയർ, അല്ലെങ്കിൽ ജസ്റ്റ് ഫേസ് വാഷ് ആൻഡ് കം ബാക്ക്, അല്ലെങ്കിൽ ഫേസ് വാഷ് വിത്തൗട്ട് സോപ്പ് അല്ലെങ്കിൽ വിത്ത് സോപ്പ്. ഇങ്ങനെയൊക്കെ മെല്ലെ നമുക്ക് എന്ത് ചെയ്യാം, ആ ടാസ്കിനെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ അവർക്ക് അപ്പീലിംഗ് ആവുന്ന, അവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് ടു മച്ച് ഫോർ മീ എന്ന് തോന്നലിൻ്റെ അതിൻ്റെ ഭാരം കുറയ്ക്കുന്ന രീതിയിലേക്ക് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, so these are the basic behavioral strategies, and we have already discussed about the cognitive strategies. So when it comes to the cognitive behavioral strategies, the nature of negative automatic thoughts എന്ന് പറയുന്നത്, as I mentioned, ഇപ്പം ഈ സെൽഫിലേക്ക് വരുമ്പോൾ യൂസ്ലെസ് എന്ന് പറയാം, കറണ്ട് എക്സ്പീരിയൻസിൽ നിന്ന് വെച്ച് നോക്കിയിട്ട് ഇതൊന്നും എനിക്ക് വർക്ക്ഔട്ട് ആവുന്ന സാധനം അല്ല എന്ന് പറയാം. ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ ഐ വിൽ നെവർ ഗെറ്റ് ബെറ്റർ. അതായത് ഇപ്പം നമ്മളൊരു ചില കേസസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷയില്ല, എനിക്ക് ഈ തെറപ്പിക്ക് വരുന്നതുകൊണ്ട് എനിക്കൊരു ഗുണമില്ല, എനിക്ക് ഈ തെറപ്പി എനിക്ക് വർക്ക്ഔട്ട് ചെയ്യുന്നൊരു പ്രതീക്ഷയില്ല, ഈ പറയുന്ന പോലെ എനിക്ക് നിങ്ങളെ ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എന്നെ ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ കൂടുള്ളവരാണ് ഇതിൽ സ്ട്രഗിൾ ചെയ്യണേ, അപ്പം ഞാനത് കൊള്ളാത്തതുകൊണ്ട് എൻ്റെ കൂടുതൽ സ്ട്രഗിൾ ചെയ്യണേ. സോ ഇങ്ങനെ കുറേ ഏരിയാസ് എന്ത് ചെയ്യും അതിൽ പറയാം. അപ്പം ഇതിനൊക്കെ നമുക്ക് ഇത് എവിടെയാണ്, ഇത് ഏത് ബാസ്ക്കറ്റിലാണ് പോകേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ സെൽഫിലേക്കാണോ, അവരുടെ ഈ പറഞ്ഞ പോലെ ചുറ്റുപാടിനേക്കാണോ, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കാണോ എന്നുള്ളതാണ് നമ്മൾ കുറച്ചുകൂടി ആസ് എ ക്ലിനീഷ്യൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഫോർമുലേറ്റ് ചെയ്ത് എടുക്കേണ്ടതുള്ളത്. അപ്പോൾ ആ കോഗ്നിറ്റീവ് ട്രയാഡിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയുന്നത് കൂടെ തന്നെ, സോ ഹൗ ക്യാൻ വി കണക്ട് ദാറ്റ് ഇൻ ടു ദി മോഡൽ എന്നും കൂടി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതില് സോ
ഇതിലൊരു നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സിന്റെ ഒരു ദി പ്രൊഡക്റ്റ് ഓഫ് ഇറേഴ്സ് ഇൻ പ്രോസസ്സിംഗ് എന്ന് പറയും. അപ്പോൾ പലപ്പോഴും പറയുന്നത് ഇത് ലാസ്റ്റ് പറയുന്ന സെന്റൻസ് പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാല് ആ പ്രോസസ്സിങ്ങിൽ വരുന്ന ബുദ്ധിമുട്ടാണ്. തിങ്കിങ് എറേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ഒക്കെ നമ്മൾ പറയും. ഓക്കെ, സോ യൂഷ്വലി ഒരു ഡിപ്രസീവ് എപ്പിസോഡിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇത്തരത്തിലൊരു ജനറലൈസേഷൻ, അപ്പം എവറിത്തിങ് ഐ ഡു ഗോസ് റോങ്, ഇപ്പം എന്ത് ചെയ്താൽ എന്താണ് ഈ പറഞ്ഞ പോലെ അത് മോശമായിട്ടാ വരുന്നേ, ഞാൻ ചെയ്യുന്ന ഒന്നും വർക്കൗട്ട് ആവില്ല എന്നുള്ളതാണ്. സോ ഈ പ്രീവിയസ് സ്ലൈഡ് കാണിക്കാനാണ്. ഓക്കെ, പ്രീവിയസ് സ്ലൈഡ് കാണിക്കാം, അതിൻ്റെ കൂടെ എക്സ്പ്ലനേഷൻ ഞാൻ തന്നെ പറയാം കേട്ടോ. ഓക്കെ, സോ അതിലേക്ക് എത്തുമ്പോൾ ഒരു ഓവർ ജനറലൈസേഷൻ എന്ന് പറയുമ്പോൾ വിത്തൗട്ട് മിനിമം എവിഡൻസസ്, വിത്തൗട്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു അനാലിസിസ് പോയിന്റിൽ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഒറ്റ ഇവന്റ് മാത്രം കൺസിഡർ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ആകെ ജനറലൈസ് ചെയ്യും, ഞാൻ ഇങ്ങനെയാ, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാട് ഇങ്ങനെയാ, എൻ്റെ അവസ്ഥ എങ്ങനെയാ, എൻ്റെ ലൈഫ് ഇങ്ങനെയാന്നൊക്കെ ഒരു കൺസെപ്റ്റലൈസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. അപ്പം അതിലേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞ എലമെന്റുകൾ, ഇപ്പം സെലക്റ്റീവ് അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഐ ഡിഡ്ന്റ് ഗെറ്റ് എനി സിംഗിൾ പ്ലഷർ മൊമെന്റ്, അതായത് ഒരു ഡേ കഴിയുമ്പോൾ ബിക്കോസ് ഓഫ് ഡിപ്രസീവ് എലമെന്റ് അല്ലെങ്കിൽ ആ ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ they could not identify any single element which gave pleasure to them. ഒന്നുപോലും ഒരു തരം ഇപ്പൊ മേ ബി ബേസിക് ആയിട്ട് നമ്മളൊരു ഒരു 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 മനുഷ്യന്റെ ഫങ്ഷനിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ അവരുടെ വർക്കിന് പോകണു, ദേ ഹാവ് ഡിപ്രഷൻ, വർക്കിന് പോണ സമയത്ത് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു കുട്ടി, ചെറിയൊരു കുട്ടി അവരെ നോക്കി ചിരിച്ചു. സോ ചിരിച്ചു എന്നുള്ളത് ആ മൊമെന്റ് കഴിഞ്ഞു, ബട്ട് അതവിടെ നോട്ടബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിട്ട് അവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്ലഷറബിൾ മൊമെന്റ് പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അപ്പം ഈ സെലക്റ്റീവ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ്ലി വരുന്ന എലമെന്റുകളെ കുറച്ചുകൂടി സെലക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് ഇതിൽ കാണുന്നത്. അപ്പം അതേപോലെ തന്നെ ഡൈക്കോട്ടമസ് റീസണിങ് എന്ന് പറയുമ്പോൾ ചെറിയൊരു എലമെന്റിൽ വിത്ത് എനി ഫീബിൾ എവിഡൻസസ് ഇതിന്റെ എക്സ്ട്രീമിലേക്ക് പോവാം. അപ്പൊ അതിനൊരു ഇടയിലൊരു പോയിന്റോ ഇതങ്ങനെയാണോ അങ്ങനെയല്ലേ എന്നുള്ളൊരു അനാലിസിസ് വർക്കൊന്നും ഇതിൽ നടക്കുന്നില്ല, നേരെ എക്സ്ട്രീമിലേക്ക് പോവുക. എക്സ്ട്രീമിലേക്ക് പോയിട്ട് പിന്നെ എന്താ ഉണ്ടാവുക, ആ എക്സ്ട്രീമിലേക്ക് പോയി എത്തിയ തോട്ടിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് പിന്നെ ബോഡിയിലും ഇമോഷനും ബിഹേവിയറിലും ഒക്കെ അത് കാണാം. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, പാനിക് ആവും, ആൻഷ്യസ് ആവും, ചിലപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ ബോഡിയിൽ ചിലപ്പോൾ സ്വെറ്റിങ് വരാം, ഷിവറിങ് വരാം, വോട്ടെവർ അതൊക്കെ സംഭവിക്കാം. ബിഹേവിയറിൽ ചിലപ്പോൾ ഒരു റെസ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യാം, ചിലപ്പോൾ ആൻഷ്യസ് ആയിട്ട് ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കണം തോന്നാം, ചിലപ്പോൾ ഇരിക്കാൻ പറ്റാതാവാം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അതിൽ വരാം. സോ അങ്ങനെയാണ് ഇതിന്റെ ഒരു എക്സ്ട്രീമിറ്റിയിലേക്ക് പോകുന്നു. ആ തിങ്കിങ് എറർ നേരെ കൊണ്ട് എത്തിക്കുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ, ഇപ്പൊ ഒരു 0 to 100 എന്നൊരു സ്കെയിൽ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ 100ൽ പോയി നിൽക്കുന്നു. ആ 100ൽ നിൽക്കുന്നതിന്റെ ഫുൾ ആയിട്ടുള്ള ഈ ഇമോഷണൽ, ബിഹേവിയറൽ, ബോഡിലി ചേഞ്ചസ് ഫുൾ എന്ത് ചെയ്യുന്നു, ആ ക്ലയന്റ് അല്ലെങ്കിൽ ആ ഒരു ആള് എടുക്കുന്നു എന്നുള്ളതാണ്. പേഴ്സണലൈസേഷനിലേക്ക് വരുമ്പോൾ ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ തിങ്സ് ദാറ്റ് ഹാവ് ലിറ്റിൽ ഓർ നോ എവിഡൻസസ്, അല്ലെങ്കിൽ അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ആ ആൾക്ക്, വ്യക്തിക്ക് ഉണ്ടാവില്ല. ഓ ഞാൻ കാരണം അങ്ങനെ ഉണ്ടായേ, അല്ലെങ്കിൽ ഞാനാണ് അതിന് കാരണം, അല്ലെങ്കിൽ എന്നെയാണ് ഉദ്ദേശിച്ചത്, അത്തരമുള്ള രീതിയിലൊക്കെ പറയുണ്ടാവും. സോ ആർബിട്രറി ഇൻഫറൻസസ് എന്ന് പറയുമ്പോൾ തെറപ്പി വിൽ നെവർ വർക്ക് ഫോർ മീ. അതിൻ്റെ ഒരു ലാസ്റ്റ് എലമെന്റാണ്. ഇതൊന്നും ഇവിടെ നടക്കുന്ന ഇതല്ല, എനിക്കിതൊന്നും ഒരു തരത്തിലും ഒരു തരത്തിലും യൂസ്ഫുൾ ആവുന്നില്ല എന്നുള്ള രീതിയിലാണ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ ഇതിൽ യൂഷ്വലി നമ്മൾ കൊടുക്കുന്ന ഒരു ഹോംവർക്ക് മെത്തേഡിൽ ഒന്നാണ് നമ്മൾ ഈ പറയുന്ന തോട്ട് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ഏരിയ. സോ തോട്ട് റെക്കോർഡിൽ ആക്ച്വലി നമുക്ക് ഈ തോട്ട് റെക്കോർഡ് പല സെഷൻസിലും ഈവൻ ക്ലയൻസ് അടക്കം ചോദിക്കാറുള്ള ഒരു ഏരിയ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ തോട്ട് റെക്കോർഡ് ഞാൻ പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ ഞാൻ ഈ തോട്ട് റെക്കോർഡ് നമുക്ക് സെഷനിൽ ഡിസ്കസ് ചെയ്താൽ പോരെ, ഞാൻ എൻ്റെ ഒരു ആഴ്ചത്തുള്ളൊക്കെ ഞാൻ പറയാം, അപ്പം ഞാൻ അവിടെ ഡിസ്കസ് ചെയ്യാം. പലപ്പോഴും അതൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല, അതായത് വിത്തൗട്ട് റൈറ്റിംഗ് ഡിസ്കസ് ചെയ്യാന്നുള്ളത്. അപ്പം അതിൽ പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആളത് എഴുതുക എന്നുള്ളത്, അല്ലെങ്കിൽ അത്രയും ആ ഒരു ഇനീഷ്യേഷൻ എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ആൾക്ക് ഉണ്ടാവുമോ എന്നുള്ളതാണ്. അത് പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടാവും, ലാക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ദേ ഹാവ് ടു ഡു ദാറ്റ്. അപ്പം അതിൽ ബേസിക് ഒരു ഐഡിയ എന്ന് പറയുന്നത്
they have to mention the date. അപ്പോൾ അതിൽ ഇമോഷൻസ് നോട്ട് ചെയ്യുന്നു, what you feel and how bad it was, അല്ലെങ്കിൽ how bad was it. അപ്പോൾ അതിലേക്ക് എത്തുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഇമോഷൻ ഇപ്പോൾ സാഡ് ആണ്, ആങ്ഷ്യസ് ആണ്, അല്ലെങ്കിൽ ഫീലിംഗ് ലോ ആണെന്നൊക്കെ ചിലപ്പോൾ എഴുതുകയാണെങ്കിൽ അതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ കൂടി നമ്മൾ പഠിക്കണം. എത്രത്തോളം ആ ബുദ്ധിമുട്ടുണ്ടാവും എന്നൊന്നും കൂടി നമ്മൾ അവരെ മനസ്സിലാക്കിപ്പിക്കുന്നു. സിറ്റുവേഷൻ എക്സാക്ട്ലി വാട്ട് വാസ് ഹാപ്പനിങ്, അതായത് വാട്ട് വെർ യു ഡൂയിങ് ഓർ തിങ്കിങ് അബൌട്ട് ഇറ്റ്. ഞാൻ ചിലപ്പോൾ എൻ്റെ ഓഫീസിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ഇതിനെപ്പറ്റി തിങ്ക് ചെയ്യണേ, ഞാൻ എൻ്റെ ഓഫീസിൽ ഇരിക്കുമ്പോഴേ ഞാൻ ഇതിനെപ്പറ്റി തിങ്ക് ചെയ്തേ എന്നൊക്കെ ചിലപ്പോൾ പറയാം. അല്ലെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ തിങ്ക് ചെയ്യുന്നതെന്നൊക്കെ പറയും. So we need to identify the automatic thoughts about what exactly were your thoughts. അതായത് how far did you believe each of them. അതായത് എന്താണ് എക്സാക്ട്ലി നിങ്ങൾക്ക് അവിടെ ഉണ്ടായിട്ടുള്ള തോട്ട്സ്, അത് ഡിറൈവ് ചെയ്തെടുക്കുന്നതിലുള്ള ചലഞ്ച് ഉണ്ട്, ഞാനത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് എത്തുമ്പോൾ എന്താണ് എക്സാക്ട്ലി എനിക്ക് അവിടെ ഉണ്ടായിരുന്ന തോട്ട്, അത് ആ തോട്ടിൽ എത്രത്തോളം നിങ്ങൾ ബിലീവ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തീരെ അത് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. ആ ബിലീവ് ചെയ്യുന്നതിൻ്റെ പേഴ്സൻറ്റേജ് കൂടെ എനിക്ക് വേണം. അതായത് വി ആർ ക്വാണ്ടിഫൈങ് ദാറ്റ് ഇത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അതിൽ റാഷണൽ റെസ്പോൺസസ് നമ്മൾ ചോദിക്കുന്നത് വാട്ട് ആർ യുവർ റാഷണൽ ആൻസേഴ്സ് ടു ദി ഓട്ടോമാറ്റിക് തോട്ട്, ഐ മീൻ ഹൗ ഫാർ ഡു യു ബിലീവ് ഈച്ച് ഓഫ് ദം. അതായത് റാഷണൽ റെസ്പോൺസസ് എന്ന് പറയുമ്പോൾ ഇത് എത്രത്തോളം ശരിയാണെന്നുള്ളതാണ്. ആ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എത്രത്തോളം ശരിയാണെന്നുള്ളതാണ്. ഈ ശരി എന്നുള്ളത് പലപ്പോഴും ഒരു അനാലിസിസ് പോയിന്റിൽ വരേണ്ടതാണ്. അതായത് ഇത് ശരിയാണോ, എത്രത്തോളം ഉണ്ട്, ഇത് ശരിക്കും അങ്ങനെ തന്നെയാണോ, എന്താന്നുള്ളത് വരേണ്ടതാണ്. അപ്പൊ ഇത് പലപ്പോഴും ഡിസ്കസ് ചെയ്ത് പോകുന്ന ഈ റാഷണൽ റെസ്പോൺസസിന് പല ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ ഇനി കോഗ്നിറ്റീവ് ബിഹേവിയർ ഏരിയയിൽ ഡിസ്കസ് ചെയ്യുന്ന എലമെന്റും കൂടെ നമുക്കത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ അതിലേക്ക് എത്താം. സോ അതിൽ വരുന്ന ഒരു എലമെന്റ് ആണ് ഈ പറഞ്ഞ പോലെ റാഷണൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ റാഷണാലിറ്റി ചെക്ക് ചെയ്യുന്നു. ആ റാഷണാലിറ്റിയിൽ എത്രത്തോളം ഇത് എനിക്ക് ഹെൽപ്ഫുൾ ആണ്, ലോജിക്കൽ ആണെന്നൊക്കെ ബോധ്യപ്പെടുന്നു. ആ ബോധ്യപ്പെടുന്നതിന്റെ ബേസിലാണ് ഔട്ട്കത്തിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ ഹൗ ഫാർ ഡു യു നൗ ബിലീവ് ദി തോട്ട്സ്. അപ്പോൾ നേരത്തെ ഓട്ടോമാറ്റിക് തോട്ട്സിൽ, അതായത് ഓട്ടോമാറ്റിക് തോട്ട്സിൽ എത്രത്തോളം ബിലീവ് ചെയ്തു എന്നുള്ളതിന്റെ പേഴ്സൻറ്റേജ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു ഔട്ട്കമിലേക്ക് ആഫ്റ്റർ ഇവാലുവേറ്റിംഗ് ദി, അല്ലെങ്കിൽ റാഷണൽ എലമെന്റ്സിന്റെ ഇവാലുവേഷൻസ് കഴിഞ്ഞതിന് ശേഷം ഔട്ട്കമിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം അത് ബിലീവ് ചെയ്യുന്നു, ആ സമയത്തുള്ള എന്താണ് നിങ്ങളുടെ ഇമോഷൻസ്, എന്താ വാട്ട് യു ഫീൽ എന്നുള്ളത് നമുക്ക് കൊടുക്കുമ്പോൾ, അതേപോലെ തന്നെ വാട്ട് ക്യാൻ യു ഡു നൗ. അതായത് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും. വി ആർ ഓപ്പണിംഗ് അപ്പ് ദി ഓൾട്ടർനേറ്റ് പോസിബിലിറ്റീസ് റിഗാർഡിംഗ് ദി നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് കണക്ഷൻ. അപ്പം ഇത് ചുമ്മാ എഴുതാൻ പറയുന്നതുകൊണ്ട് മാത്രം എന്തായില്ല, നമുക്ക് കാര്യമില്ല. വി നീഡ് ടു വർക്ക് അപ്പോൺ ഇതിൽ ഓരോ പോയിന്റുകളും, ഇതിൽ ഓരോ എന്താ പറയുക, അവർ എഴുതുന്ന എലമെന്റുകൾ വെച്ചിട്ടാണ് നമുക്ക് അതിൽ പോകേണ്ടത്. അപ്പോൾ ബേസിക്കലി നമ്മൾ നടത്തുന്ന ഒരു എഡ്യൂക്കേറ്റീവ് പർപ്പസിലേക്ക് CBT നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ ദ ക്ലയന്റ് ഇസ് ടോട്ട് ടു ഐഡന്റിഫൈ അൺപ്ലസന്റ് ഇമോഷൻസ്, ടു ഐഡന്റിഫൈ സിറ്റുവേഷൻ ഇൻ വിച്ച് ദീസ് ഒക്കർ, അതേപോലെ തന്നെ ടു ഐഡന്റിഫൈ അസോസിയേറ്റഡ് നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ്. ക്ലിയർ? ഓക്കെ. ഇനി അതിലേക്ക് എത്തുമ്പോൾ ഇപ്പം എങ്ങനെയാണ് നമുക്കൊരു നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സിനെ ചലഞ്ച് ചെയ്യാന്നൊക്കെ. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ വി ഹാവ് ലോട്ട് ഓഫ് ഓപ്ഷൻസ്. ഇപ്പോൾ ഒന്ന് നമ്മൾ വി ആർ സീക്കിംഗ് ഫോർ എവിഡൻസസ്. എങ്ങനെയാണ്, വാട്ട് ആർ ദി എവിഡൻസസ് വിച്ച് ലൈക്ക് കണക്ടിങ് ടു യുവർ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള തോട്ട്സിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എവിഡൻസസ് എന്താണ്, വാട്ട് ആർ ദി എവിഡൻസ് കോൺട്രറി ടു ദി കറന്റ് തോട്ട്സ്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ആ തോട്ടിന്റെ ബ്രോഡ്നെസ് കൂട്ടുന്നു, ആ തോട്ടിനെ കുറച്ചുകൂടി അനലൈസ് ചെയ്യാൻ നമ്മൾ അവരെ ലേൺ ചെയ്യിപ്പിക്കുന്നു, ആ തോട്ട് പാറ്റേൺ കുറച്ചുകൂടെ ബ്രെയിനിനെ അഡാപ്റ്റ് ചെയ്യാൻ നമ്മൾ ഹെൽപ്ഫുൾ ആക്കുന്നു എന്നുള്ളതാണ്. സോ ആ പോയിന്റിലാണ് നമ്മൾ ഇങ്ങനൊരു പോയിന്റിൽ നിൽക്കുമ്പോൾ വാട്ട് ആർ ദി ആൾട്ടർനേറ്റ് വ്യൂസ് ഇഫ് എനി. അപ്പോൾ ആൾട്ടർനേറ്റ് വ്യൂസ് എന്ന് പറയുമ്പോൾ ഇഫ് ദേ ക്യാൻ ജനറേറ്റ്, അത് നമുക്ക് അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. ദേ ക്യാൻ ജനറേറ്റ് എന്ന് പറയുമ്പോൾ വിത്തൗട്ട് ഡിസ്കസിങ് അനലൈസ് ചെയ്യാൻ തീരെ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ അത് നമുക്ക് വി നീഡ് ടു അസിസ്റ്റ് ദം ടു അതിനെ ഓപ്പൺ അപ്പ് ചെയ്യാൻ കുറച്ചുകൂടി നമുക്ക് ചെയ്തു കൊടുക്കേണ്ടി വരും. പക്ഷെ ഇത് അവർക്ക് തന്നെ ഓക്കെ ഇന്നതാണ് അല്ലേ എന്ന് മനസ്സിലാക്കുന്ന പോയിന്റിലേക്ക് വരുന്നതാണ് ഏറ്റവും, അതെ അൾട്ടിമേറ്റ്ലി തെറപ്പി അതിലേക്ക് തന്നെയാണ് എത്തുക. പക്ഷെ അതിന് നമുക്ക് അസിസ്റ്റ് ചെയ്യേണ്ട ആവശ്യം കൂടെ വരുന്നുണ്ട് വെൻ കംസ് ടു ദി ഡിപ്രഷൻ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിലേക്ക് വരുമ്പോൾ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദ വേ ഓഫ് തിങ്കിങ് എന്നുള്ളതാണ്. ഇങ്ങനെ തിങ്ക് ചെയ്യുന്നത് കൊണ്ടുള്ള
അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഒക്കെ എന്തൊക്കെയാണ്, വാട്ട് ലോജിക്കൽ എറേഴ്സ് ആം ഐ മേക്കിംഗ്. അപ്പം നിങ്ങളിതിൽ ഏതൊക്കെ തരത്തിലുള്ള ലോജിക്കൽ എറേഴ്സ് ആണ്. അപ്പം നമ്മളിപ്പോൾ ചില കേസസിൽ പറയുമ്പോൾ ഇപ്പം ഞാൻ കാരണം എല്ലാവരും സഫർ ചെയ്യാമെന്ന് ചിലപ്പോൾ ചില ഡിപ്രസീവ് കേസസിലൊക്കെ പറയാറുണ്ട്. ഇത് മാറുന്നില്ല, ഇത് മാറൂല്ല, എനിക്കിതൊന്നും തോന്നുന്നില്ല ഹെൽപ്ഫുൾ ആവുന്നു. സ്വാഭാവികമായിട്ടും എൻ്റെ കൂടെയുള്ളവരൊക്കെ ഇതിൽ സഫർ ചെയ്യാന്ന് പറയുന്ന പോയിന്റിൽ ലോജിക്കലി അവർ സഫർ ചെയ്യാണോ? സോ അവരുടെ ഫങ്ഷനിങ്ങിന് എന്തെങ്കിലും ഇതുകൊണ്ട് തടസ്സമോട് ഉണ്ടാവുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്ന പോയിന്റിലാണ് ദിൽ ഹാവ് ഐ ഓപ്പണിംഗ് കൺസെപ്റ്റ് ദാറ്റ് ഇതങ്ങനെ അല്ലല്ലോ, ഇതിൽ കുറച്ചുകൂടെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഞാനാണ് ഇവിടെ സ്റ്റക്ക് എന്നുള്ള രീതിയിലേക്കൊക്കെ വരിക. സോ ദേ ആർ ലൈക്ക് കൺസിഡറിങ് മീ, ദിൽ ഹാവ് ഈ പറഞ്ഞ പോലെ ഒരു കൺസേൺ ടുവേഴ്സ് മീ ഉണ്ട്, എൻ്റെ കാര്യങ്ങൾ അഡ്രസ് ചെയ്യുന്നുണ്ട്, ദാറ്റ്സ് ഇറ്റ്. പക്ഷെ അതിനപ്പുറത്തേക്ക് അവര് പൂർണ്ണമായിട്ട് അഫക്റ്റഡ് ആണെന്ന് വെച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ട് അഫക്റ്റഡ് ആണെന്ന് പറയാനായിട്ട് പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മൾ ചോദിക്കുന്ന പോയിന്റിലാണ് അവർ കുറച്ചുകൂടി ബ്രോഡർ ആയിട്ട് ആ തോട്ടിനെ കാണുന്നുണ്ടാവുക. സോ വെൻ കംസ് ടു ദി ബിഹേവിയറൽ എക്സ്പെരിമെന്റ്, സോ മേക്ക് പ്രിഡിക്ഷൻസ്. അപ്പം ഇപ്പം ചില ആളുകൾക്ക് പറയും, ഞാനിപ്പോൾ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് ഇങ്ങനെ പോയി മേ ബി ഞാൻ ആ കേസിൻ്റെ എടുക്കാം, ഇപ്പോൾ കെമിസ്ട്രി എനിക്ക് ജയിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ എൻ്റെ ഈ മാർക്ക് കാണുമ്പോൾ എൻ്റെ പാരൻസ് എന്തായാലും എന്നെ ചീത്തേ പറയുള്ളൂ, എന്തായാലും എന്നെ മോശമായിട്ട് പറയുള്ളൂ എന്ന് പറയുമ്പോൾ ലൈക്ക് വി നീഡ് ടു ലൈക്ക് ഗെറ്റ് എൻ എക്സ്പെരിമെന്റ് ത്രൂ ദി ഒരു ബിഹേവിയർ, അല്ലെങ്കിൽ ഒരു റിയൽ എക്സ്പീരിയൻസ് അതിൽ നിന്ന് കിട്ടണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിൽ എന്തൊക്കെ പ്രഡിക്ഷൻസ് കൊണ്ടുവരാൻ പറ്റും, എത്ര തരത്തിൽ അവർ അതിനെ റെസ്പോണ്ട് ചെയ്യും, എത്രത്തോളം മോശമായി അതിന് റെസ്പോണ്ട് ചെയ്യുന്നൊക്കെ നമ്മൾ നോക്കും. അപ്പോൾ ആ പോയിന്റിൽ സോ ദിൽ ഹാവ് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരു പ്രഡിക്ഷൻ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരു എത്രത്തോളം പോസിബിലിറ്റി ഇല്ല, എത്രത്തോളം വേഴ്സൺ ആവുന്ന രീതിയിലേക്ക് അത് പോകുന്നുള്ളത് മാത്രമല്ല, അതിന് അല്ലാത്തുള്ള പോസിബിലിറ്റി നമുക്ക് എടുത്തു വെക്കാൻ എന്നുള്ളതാണ്. അതല്ലെങ്കിലും ഒരു കൺക്ലൂഷൻ എന്നുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ഡിസ്കഷൻ എൻഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ രണ്ടിലും കൂടെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതിലേക്ക് വരുമ്പോൾ എടുത്ത പ്രഡിക്ഷൻസിന് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ റിവ്യൂവിങ് എക്സിസ്റ്റിംഗ് എവിഡൻസസ് ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് ദി പ്രഡിക്ഷൻ. ഇപ്പോൾ ഉള്ളതിന് എത്രത്തോളം ഫോർ ഉണ്ട്, എത്രത്തോളം എഗെയിൻസ്റ്റ് ഉണ്ട് നമ്മൾ നോക്കുന്നു. ഒബിയസ്ലി അതിൽ സ്പെസിഫിക് എക്സ്പെരിമെന്റ് അവിടെ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പ്രഡിക്ഷന്റെ വാലിഡിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ അവരെ കൊണ്ട് തന്നെ ചെയ്യുന്നു. വി ആർ നോട്ട് ട്രൈങ് ടു ഇപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ചെയ്തോ അങ്ങനെ ആക്കിക്കോ, അങ്ങനെയല്ല, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ആക്കാം എന്നുള്ളതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിങ് ഒക്കെ പോകുന്നുണ്ടാവുക. നോ ദി റിസൾട്ട്സ്, അതുപോലെ തന്നെ ഇതിൽ അങ്ങനെ തന്നെയാണോ ഉണ്ടായത്, അല്ലെങ്കിൽ അത്രയും എക്സ്ട്രീമിറ്റിയിൽ പോയോ, എന്തായിരിക്കും അതിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക, ഇത്തരത്തിലാണെങ്കിൽ എന്ത് ചെയ്യുക, അതിന്റെ കണക്ഷൻസ് പോകുന്നുണ്ടാവും. ഓക്കെ. So challenges in identifying negative automatic thoughts. So യൂഷ്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലയന്റ് അവോയ്ഡിങ് റെക്കോർഡിങ് തോട്ട്സ്, ഞാനിങ്ങനെ ചെയ്യാണ്ടിരിക്കട്ടെ, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഭയങ്കര മെസ്റ്റപ്പ് ആണ്, ചിലർ പറയും എനിക്ക് തിങ്ക് ചെയ്യുമ്പോൾ വീണ്ടും എനിക്ക് ബുദ്ധിമുട്ട് കൂടുകയാണ്, ഞാനത് എഴുതുമ്പോൾ എനിക്ക് വീണ്ടും അതിൽ ബുദ്ധിമുട്ട് കൂടുക എന്നൊക്കെ ചിലർ പറയുന്നുണ്ടാവും. സോ സ്വാഭാവികമായിട്ടും ആ തിങ്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് കൂടാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ റെക്കോർഡിംഗ് എന്നുള്ള പ്രോസസ്സ്. അപ്പോൾ വി ഹാവ് എ ക്ലിയർ കട്ട് ഫോർമാറ്റ് ടു റെക്കോർഡ് ഇറ്റ്. നമ്മൾ എന്താ ചെയ്യണത്, നമുക്കുണ്ടായ ബുദ്ധിമുട്ട് ചുമ്മാ നോട്ട് ചെയ്ത് വെക്കുകയില്ല. ദാറ്റ്സ് നോട്ട് കൈൻഡ് ഓഫ് ഒരു നെഗറ്റീവ് സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ജേർണലിംഗ് പ്രോസസ്സ് അല്ല നമ്മൾ ചെയ്യണേ. റെക്കോർഡ് ചെയ്യുക എന്നുള്ളതിന്റെ പ്രോസസ്സ്, എൻ്റെ സിറ്റുവേഷൻ എന്തായിരുന്നു, ഏത് ഡേറ്റിനായിരുന്നു, ഏത് സിറ്റുവേഷനായിരുന്നു, എന്തൊക്കെ ഇമോഷൻസ് ആയിരുന്നു, എന്തായിരുന്നു അവിടെ നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ് ഉണ്ടായിരുന്നത്, അതിന് എന്തൊക്കെ റാഷണൽ എലിമെന്റ്സ് എനിക്ക് കിട്ടി, അതുപോലെ തന്നെ ഈ റാഷണൽ എലിമെന്റ്സുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഔട്ട്കത്തിൽ എന്തൊക്കെ വ്യത്യാസം, അതായത് എൻ്റെ ഇമോഷൻസിൽ ഞാൻ ആ തോട്ടിനെ എത്രത്തോളം ബിലീവ് ചെയ്യുന്നു എന്നുള്ളതിൽ, ഇതിലെല്ലാം എത്രത്തോളം വ്യത്യാസം വന്നിരുന്നു എന്നുള്ള രീതിയിലാണ് അത് അവസാനിക്കുക. സ്വാഭാവികമായിട്ടും അപ്പുണ്ടായിരുന്ന ആശങ്കയെ, അപ്പുണ്ടായിരുന്ന നെഗറ്റീവ് തോട്ടിനെ പലപ്പോഴും ഹാൻഡിൽ ചെയ്തിട്ടാണ് ഔട്ട്കം നിൽക്കുന്നുണ്ടാവുക. ഓക്കെ. സോ ആ ഒരു പ്രോസസ്സിലേക്ക് എത്തുമ്പോഴാണ് അവർക്കൊരു ഒരു കംപ്ലീറ്റ്നെസ് എന്നുള്ള ഒരു സാധനം വരുന്നത്. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നോട്ട് ചെയ്തു, അതവിടെ വെച്ചു, കഴിഞ്ഞു, ദാറ്റ്സ് ഇറ്റ്. അതല്ല അതിന്റെ പ്രോസസ്സ്. അപ്പം നമുക്ക് കൃത്യമായിട്ടും ഒരു തോട്ട് റെക്കോർഡിന്റെ പ്രോസസ്സ് നിങ്ങൾ ഒരു ക്ലയന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു എൻഡ് നമുക്ക് അതിൽ വേണം എന്നുള്ളത്, അല്ലാതെ ചുമ്മാ ഒരു തോട്ട്സ് കുറച്ചെണ്ണം നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതല്ല എന്റെ കൺസെപ്റ്റ്. ഓക്കെ. അതുപോലെ തന്നെ നോ നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ്. എനിക്ക് ഒന്നും കിട്ടുന്നില്ല, എനിക്ക് ഒരു തോട്ടോ എൻ്റെ കൂടെ ഇല്ല, എനിക്ക് ആ സമയത്ത് എനിക്ക് ആ സിറ്റുവേഷൻ ഭയങ്കര എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഞാൻ ആകെ സ്റ്റക്കായി, എനിക്കൊരു തോട്ടോ അവിടെ വന്നിട്ടില്ല, എനിക്ക് ഒന്നും അവിടെ കിട്ടാനില്ല ചോദിക്കുന്ന പോയിന്റിൽ വി നീഡ് ടു ആസ്ക് ദാറ്റ്
സോ വാട്ട് വാസ് ദ മീനിങ് ഓഫ് ദ സിറ്റുവേഷൻ ഫോർ യു? ആ സിറ്റുവേഷൻ്റെ ഒരു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, എന്താണ് അതിൻ്റെ മീനിങ് എന്ന് പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ നേരെ ആ ഓട്ടോമാറ്റിക് തോട്ട്സ് ജനറേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുക. സോ ബിഫോർ ദാറ്റ് അങ്ങനെ ഒരു തോട്ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അല്ലെങ്കിൽ സ്കില്ല് ചിലപ്പോൾ ക്ലയൻറ്റിന് ബിക്കോസ് ഓഫ് പാത്തോളജി ഇവിടെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അതുപോലെ തന്നെ മിസ്സിങ് കോർ ഡിപ്രസീവ് തോട്ട്സ്, അതായത് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു ഞാനതിൽ ഒട്ടും പെർഫോം ചെയ്തില്ല, അല്ലെങ്കിൽ ഞാൻ ഒന്നും ചെയ്തില്ല എന്നുള്ളത്, ഈ ഒന്നും ചെയ്തില്ല എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് വരുന്ന നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്, ഡിപ്രസീവ് തോട്ട്സ് ഉണ്ട്. നമ്മൾ കോഗ്നിറ്റീവ് ട്രയാഡ് അടക്കമുള്ള ഡിപ്രസീവ് തോട്ടിന് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ടാവില്ല. സോ അതും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിൽ വർക്ക് ചെയ്യേണ്ട ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ തന്നെ ആസ്കിങ് ഫോർ എക്സ്പ്ലനേഷൻ റാദർ ദാൻ തോട്ട്സ്. അതായത് ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു യൂഷ്വലി ഇപ്പം നമ്മൾ പറയാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് തീരെ പറ്റുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ലൈക്ക് സിംപ്ലി അവർ പറയാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ദിൽ ഹാവ് എനിക്ക് പണ്ടും പറ്റിയില്ലായിരുന്നു, എനിക്ക് പണ്ടും അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു, എൻ്റെ ശരീരം തീരെ ആ സമയത്ത് റെസ്പോണ്ട് ചെയ്തില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, മനുഷ്യനല്ലേ, മനുഷ്യന്മാർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കൂടെ, ഇങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ചിലപ്പോൾ പറയും ഞാൻ എന്ന വ്യക്തി ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് അത് എൻഡ് ചെയ്യും ആ ഒരു എക്സ്പ്ലനേഷൻ. അപ്പം പലപ്പോഴും ആ എൻഡ് ചെയ്യാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്നൊരു മിസ്റ്റേക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വി യൂസ് ടു ആസ്ക് വൈ. എനിക്ക് തീരെ ചെയ്യാൻ പറ്റില്ല, വൈ. അപ്പൊ ആ വൈയില് ആ ക്വസ്റ്റ്യൻ മാർക്കിനുള്ള ആൻസർ വിൽ ഗോ ടു ദി എക്സ്പ്ലനേഷൻസ്. സോ അതല്ല എന്തിലൂടെയാണ് കടന്നുപോയി നമുക്ക് അറിയണമെങ്കിൽ വി നീഡ് ടു സ്റ്റാർട്ട് വിത്ത് വാട്ട് ആൻഡ് ഹൗ യു ഫീൽ, ഹൗ ഡിഡ് യു ഫീൽ ദാറ്റ് ടൈം, വാട്ട് ഡിഡ് യു ഡു, വാട്ട് ഡിഡ് യു തിങ്ക് ഓഫ് ദാറ്റ് സിറ്റുവേഷൻ. അപ്പൊ ആ ചോദ്യമാണ് അവിടെ എന്ത് ചെയ്യുക, കുറച്ചുകൂടി അവരെ CBTയിലേക്ക് ലൈനപ്പ് ചെയ്യുക. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ അതന്നെ ഞാൻ പറഞ്ഞില്ല എന്നെ കൊണ്ട് ആവില്ല എന്ന്, ഞാൻ പറഞ്ഞില്ല എനിക്ക് പറ്റാത്തതെന്ന്, ഞാനൊരു മനുഷ്യനല്ലേ, എന്നെ കൊണ്ട് പറ്റണ്ടേ, എനിക്ക് നേരത്തെ ഇതേപോലെ എനിക്ക് തെറപ്പി ചെയ്തിട്ട് എന്നെ കൊണ്ട് പറ്റിയിട്ടില്ലായിരുന്നു, ഞാൻ മെഡിസിൻ എടുത്തിട്ട് എനിക്ക് മാറിയിട്ടില്ലായിരുന്നു. സോ അത്തരം എക്സ്പ്ലനേഷൻസിലാണ് ഇത് പോവുക. ഇഫ് യു വാണ്ട് ടു ഫോക്കസ് ഓൺ ദി തോട്ട്സ്, ആ ഒരു ഏരിയയിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, അത് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്ത് ചെയ്യണം, നമ്മൾ മാറ്റണം എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ റാഷണൽ റെസ്പോൺസസ് ടു മേക്ക് നോ ഡിഫറൻസ്. അപ്പോൾ പലപ്പോഴും ഈ റാഷണൽ റെസ്പോൺസസിൽ എത്തുന്ന സമയത്ത് അവർ പറയും ഇതൊന്നും വലിയ വ്യത്യാസം ഉണ്ടാക്കിയില്ല, ഇതിപ്പോൾ എന്താ ഇപ്പോൾ ഉള്ളത്, ഇതിപ്പോൾ എനിക്ക് ഓൾറെഡി അറിയുന്ന കാര്യമല്ലേ, ഇതിപ്പോൾ ഞാൻ എങ്ങനെയാ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് എനിക്ക് എൻ്റെ ഔട്ട്കം ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ആളുകൾ പറയും. റാഷണൽ റെസ്പോൺസസ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി നമ്മളും ക്ലയൻറ്റും തമ്മിൽ ഒരു ക്ലയൻറ്റിൻ്റെ അവസ്ഥ നല്ലതാണെന്ന് കാണിക്കാൻ ഒരു തെറപ്പിസ്റ്റ് നടത്തുന്ന എവിഡൻസ് കളക്ഷൻ അല്ല ആക്ച്വലി റാഷണൽ റെസ്പോൺസിലേക്ക് വരിക. കുറച്ചുകൂടി നമ്മളൊരു കോറിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ക്ലയൻറ്റിൻ്റെ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് മേ ബി അത് അവർ ട്രൈ ചെയ്തതായിരിക്കാം, ട്രൈ ചെയ്തതിലെ പാളിച്ചയായിരിക്കാം, ആ ട്രൈ ചെയ്ത അല്ലെങ്കിൽ ആ ഒരു റാഷണൽ റെസ്പോൺസസ് എന്നുള്ള രീതിയിലുള്ള തിങ്ക് ചെയ്തിട്ട് അതിന് കൃത്യമായിട്ടുള്ളൊരു കൺക്ലൂഷൻ കിട്ടാതെ പോയതായിരിക്കാം. സോ അത് എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആസ് എ തെറപ്പിസ്റ്റ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. അല്ലാതെ അതിലൊന്നും വന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളും ചിലപ്പോൾ എന്ത് ചെയ്യും, ചില കേസസിൽ ഇപ്പം അടുത്ത പോയിന്റ് അതാണ് പറയുന്നത്, അതായത് ബീങ് കണ്ടാമിനേറ്റഡ് ബൈ ദി പേഷ്യൻസ് തിങ്കിങ്. അതായത് പേഷ്യൻസിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്ങിന്റെ പ്രോസസ്സിൽ നമുക്ക് ഒരു പോയിന്റ് ചിലപ്പോൾ തോന്നാം ഇത്രയൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ശരിയല്ലേ. ചില കേസസ് ഒക്കെ വരുന്ന സമയത്ത് അവർ പറയും അപ്പൊ എൻ്റെ കൂടെ ആരും എനിക്ക് സപ്പോർട്ടിനില്ല, ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കണേ, എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, എൻ്റെ പഠനം മുടങ്ങിയിരിക്കുന്ന ഇന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ആസ്പെക്റ്റുകൾ പറയുമ്പോൾ ആളിത് ചിന്തിക്കാൻ ഡിസേർവ്ഡ് അല്ലേ എന്നൊക്കെ ചിലപ്പോൾ നമ്മുടെ ക്ലിനീഷ്യൻസിന് തോന്നും. പക്ഷെ അങ്ങനെയല്ല അതിന്റെ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുകൊണ്ട് ആള് ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്തത്, ആ തോട്ട് പ്രോസസ്സ് എന്തൊക്കെയാണ് അവിടെ ഇപ്പം അത് എന്താ പറയുക സ്റ്റക്കാക്കി നിർത്തുന്നത്, എങ്ങനെയാണ് ഇതിനെ മൂവ് ഓൺ ചെയ്യിക്കാൻ തരത്തിലുള്ള കുറച്ച് എന്താ പറയുക കുറച്ചുകൂടി ഒരു പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുക ഇതിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതിലേക്ക് എത്തുമ്പോൾ ഇമ്പോസിബിൾ ഏരിയാസിനെ ചലഞ്ച് ചെയ്യും. ഇമ്പോസിബിൾ എന്ന് പറയുമ്പോൾ
വെൻ കംസ് ടു ഡിപ്രഷൻ, എസ്പെഷ്യലി ഇൻ ഡിപ്രഷൻ, എനിക്കത് പറ്റില്ല, എനിക്കത് ആവൂല, എനിക്കത് എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസ് അവിടെ ഇല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ക്ലിനീഷ്യൻസ് പൊതുവെ എന്ത് ചെയ്യുന്നുണ്ടാവും ഇതിൽ, എന്താ പറയുക, ബേസിക്കലി ഇപ്പം നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ് എന്താന്നുള്ളതോ അല്ലെങ്കിൽ നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സിനെ ഒന്ന് നോട്ട് ചെയ്യുക എന്ന് പറയുന്ന പോയിന്റ് ഒന്നും എനിക്ക് നടക്കണ കാര്യമില്ല എന്ന് പറയുമ്പോൾ, സോ വി ഷുഡ് ഹാവ്, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നമുക്ക് അതിന് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലാനിലേക്ക് നമ്മളത് കൊണ്ടുവരേണ്ടതുണ്ട്. മേ ബി നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് 1-2 സെഷൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ദേ ക്യാൻ റിപ്പോർട്ട് ടു അസ്, അതായത് ഇങ്ങനെയാണ്, ഈ രീതിയിലേക്കാണ് പോവുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നടന്നേ, കഴിഞ്ഞ ആഴ്ച ഇത് നടന്നതൊക്കെ രീതിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അതിനെ കുറച്ചുകൂടി ഒരു വിസിബിളി എന്താണ് നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ് എന്നുള്ളത് ജനറേറ്റ് ചെയ്യിപ്പിക്കേണ്ടത് സെഷനിലാണ്. അത് ചിലപ്പോൾ അവർക്കൊരു പേപ്പറിൽ കൃത്യമായിട്ട് എഴുതി അല്ലെങ്കിൽ കൃത്യമായിട്ട് ധാരണയോടുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നത് ഇത്തരം ഒരു എന്താ പറയുക, നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സിന്റെ ചാലഞ്ചസ്, ഐഡന്റിഫൈങ് നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ് ആണ് ചാലഞ്ചസ് അതിൽ വരാനായിട്ട് ഉള്ളത്. സോ എനി ഡൗട്ട്സ് ടിൽ നൗ? ലെറ്റ് മീ ഗോ ത്രൂ ദി ചാറ്റ്. എന്തെങ്കിലും ഡൗട്ട് അല്ലാതെ ഉണ്ടോ? ഞാൻ ഇത്രയും പറഞ്ഞ, ലൈക്ക് വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ ടെക്നിക്. ഐ നോ ദാറ്റ് ഈ ടെക്നിക്കുകളൊക്കെ എനിക്ക് പെരിഫറലായിട്ടായിരിക്കും നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. കാരണം ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണോ ഈ തെറപ്യൂട്ടിക് അപ്രോച്ച് എന്ന് നിങ്ങൾക്ക് ഈ സെഷനിലൂടെ മനസ്സിലാവും. 2, ഇതിന്റെ ഒരു എത്രത്തോളം സയന്റിഫിക്കാലിറ്റി ഇതിൽ നിൽക്കുന്നുണ്ട്, ലൈക്ക് എംപിരിക്കൽ എവിഡൻസ് എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് ആസ് ബെറ്റ് മെൻഷൻഡ്, ഇതിപ്പോൾ ഒരു ബയോളജിക്കൽ മോഡലിലേക്ക് നമ്മൾ നിർത്തി നമ്മൾ പറയില്ല. ഇപ്പോൾ നമുക്കൊരു ഇപ്പോൾ ഒരു പ്രോട്ടോകോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ COVID-19 ആണെങ്കിൽ കോവിഡിന്റെ നമുക്ക് ഇന്ന ഇതാണ് അതിലുള്ള വരുത്തുന്ന കോവിഡിന്റെ സ്വാബിൽ നിന്ന് കിട്ടുന്ന സാധനമാണ് കോവിഡ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും എംപിരിക്കൽ എവിഡൻസസോട് കൂടിയിട്ടുള്ള തെറപ്യൂട്ടിക് അപ്രോച്ചാണ് CBT എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിലേക്ക് എത്തുക എന്ന് പറയുന്നത് കുറച്ച് ഇതാണ്. അപ്പോൾ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു നീഡ് ടു ഗോ ഫോർ ഫർദർ ട്രെയിനിങ് എന്നുള്ളതാണ്. പക്ഷെ യൂഷ്വലി എനിക്ക് തോന്നുന്നു ഒരു വർക്കിംഗ് ക്ലിനീഷ്യൻസിനും അതേപോലെ തന്നെ വർക്കിംഗ് ക്ലിനീഷ്യൻസിന് ലൈക്ക് അവർക്ക് കുറച്ചുകൂടി ഇതിൽ ഈ CBT എന്നുള്ളൊരു അപ്രോച്ചിലേക്ക് ഫോക്കസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിൻ്റെ ധാരണയും പ്ലസ് അതിൻ്റെ കൂടെ ഫർദർ ട്രെയിനിങ്സിൻ്റെ ഒരു ധാരണയും നമുക്ക് ഇന്ന് കിട്ടുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ അതിനിപ്പുറം എനിക്ക് തോന്നുന്നു ഈ ടെക്നിക്കുകളൊക്കെ ഓരോന്ന് നമുക്കൊരു 1, 2, 3, 4 ദിവസം വർക്ക്ഷോപ്പ് ചെയ്തിട്ട് ചെയ്താലും നമുക്ക് അത്രയും എക്സ്പോഷർ അതിന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നുള്ളതാണ്. സോ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമുക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന കേസസുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ ലാർജ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഫൈൻ. സോ ഇനി ഡൗട്ട്സ് റിഗാർഡിങ് സെഷൻസ്? സാർ, വൈ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പകരം സാർ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, വൈ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്ലയന്റ്, ഞാൻ ആ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയാം കേട്ടോ. ആ ക്ലയന്റ് പറയാണ് എനിക്കിത് വർക്കൗട്ട് ആവില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് +2 കംപ്ലീറ്റ്, നേരത്തെ പറഞ്ഞ ക്ലയന്റ് എനിക്ക് +2 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു മാനുഷിക ഒരു അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ റെസ്പോൺസ് എന്ന രീതിയിൽ നമ്മൾ ചോദിക്കുന്നത് എന്താ എന്നുള്ളത് നമ്മൾ ചോദിക്കും അല്ലേ. ഈ എന്തുകൊണ്ടാന്നുള്ളതിന്റെ ചോദ്യം, അതിന്റെ എക്സ്പ്ലനേഷൻ വിൽ ഡയറക്റ്റ് ഇൻ ടു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമൻ അല്ലെങ്കിൽ ഹിസ്റ്ററിക്കൽ, അല്ലെങ്കിൽ എനിക്ക് നേരത്തെയൊക്കെ ഇതേപോലെ കെമിസ്ട്രിക്ക് മാർക്ക് കുറവായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇതിലും എന്തായാലും ഞാൻ തോറ്റു പോകും. ഈ പറഞ്ഞ പോലെ ഒരു ഹ്യൂമൻ, ഞാനൊരു മനുഷ്യല്ല, എത്ര പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്യുക പക്ഷെ കിട്ടുന്നില്ലല്ലോ. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നില്ല എനിക്കത് ചെയ്യാൻ പറ്റുന്നത്, ഒരു പേഴ്സണാലിറ്റി ഉള്ള രീതിയിലേക്ക് അത് മാറും. അപ്പോൾ ഇതിന് നമുക്ക് ചോദിക്കുമ്പോൾ അതിന് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നതെന്ന് നമ്മൾ ചോദിക്കുന്നത്. സോ ഹൗ ഡു യു ലൈക്ക് വ്യൂ ദാറ്റ് സിറ്റുവേഷൻ ചോദിക്കുമ്പോൾ അത് വേറെ പോയിന്റില്ല പറയണേ. ഇതൊക്കെ അതിന് ക്ലാരിഫിക്കേഷൻ തരിക. അതായത് എനിക്ക് പറ്റാത്ത എന്തുകൊണ്ടെന്നുള്ള ക്ലാരിഫിക്കേഷൻ, ഞാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളതിനുപരി ഈ സാധനത്തിന് അവരെങ്ങനെ വ്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ് നമുക്ക് കുറച്ചുകൂടെ കണ്ടുപിടിക്കാനും നമ്മൾ ആ ഫ്രെയിം വർക്കിൽ നമുക്ക് അതിനെ വർക്ക്ഔട്ട് ചെയ്യാനും നമുക്ക് പറ്റുന്നുണ്ടാവാം. ക്ലിയർ അല്ലേ? ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, സോ എനി അതർ ക്ലാരിഫിക്കേഷൻസ്? ഹാൻഡ് റൈസ് ചെയ്തതാണോ? അതെ സർ, നമ്മളിപ്പോ ഈ
നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സെഷൻ കൊണ്ട് ഇപ്പോൾ ആ ഒരു പ്രശ്നം ഐഡന്റിഫൈ ചെയ്ത് തീർക്കാൻ കഴിയുമോ? നമ്മളിപ്പോ നോട്ട് ചെയ്യുമ്പോൾ ഇതിപ്പം പ്രോസസ്സ് എന്താ അറിയോ? അപ്പോൾ ഒരു നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സിനെ ഐഡന്റിഫൈ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇതൊരു എഡ്യൂക്കേറ്റീവ് പ്രോസസ് ആണല്ലോ. സോ ദേ നീഡ് ടു ഐഡന്റിഫൈ ഇറ്റ്. ഇത് നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ദേ നീഡ് ടു ഗോ ത്രൂ ദി സിറ്റുവേഷൻസ്, ദേ നീഡ് ടു ഗോ ത്രൂ ദി അത്രയും ആ സിറ്റുവേഷനിൽ ആളുടെ ഇമോഷൻസ് എത്രത്തോളം എഫക്റ്റഡ് ആയിട്ടുണ്ട്, ആ വരുന്ന തോട്ട്സിൽ എത്രത്തോളം എഫക്റ്റഡ് ആയിട്ടുണ്ട്, ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് പറയില്ല, നെല്ലും പതിരും നമ്മൾ വ്യത്യാസം ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് അവർക്ക് അതിനെ വെവ്വേറെയായിട്ട് കാണാൻ പറ്റും. മറ്റേത് മൊത്തമായിട്ട് എന്നെ എഫക്ട് ചെയ്യുന്നു, എനിക്ക് തീരെ പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന ഒരാൾ ഐ ഹാവ് എ തോട്ട് ദാറ്റ്, അല്ലെങ്കിൽ ഐ ഹാഡ് എ തോട്ട് ദാറ്റ്, എനിക്കത് പറ്റുന്നില്ല എന്ന് എനിക്ക് ആ സമയത്ത് തോന്നിയിരുന്നു എന്ന് പറയുന്ന പോയിന്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നതാണ് ഈ നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ്. നമ്മൾ അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പഠിപ്പിക്കുന്നതിലൂടെ ആ രീതിയിലേക്കാണ് ഇതിന്റെ വ്യത്യാസം വരുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? ഓക്കെ ക്ലിയർ. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ലാസ്റ്റ് കണ്ടിട്ടുണ്ട്. സോ വെൻ യു വെർബലി ചലഞ്ച്, അതിന് മേലെയുണ്ട് സർ, ഐ പേഴ്സണൽ ടോക്ക് വിത്ത് യു ആഫ്റ്റർ. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്ന് കോർഡിനേറ്ററായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി, നമുക്കതിൽ നമുക്ക് സംസാരിക്കാം. So when you verbally challenge them, is it possible that the client may feel that the therapist cannot connect with them? Like you mentioned earlier, actually we are not verbally challenging directly, okay? So ഇപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് പറയാണ് ഐ എം ഫീലിംഗ് വെരി ലോ എന്ന് പറയുമ്പോൾ, ഓക്കെ എന്നാൽ ലോ ആണല്ലോ എവിഡൻസ് എന്താണെന്നല്ല നമ്മൾ ചോദിക്കാം. ഓക്കെ, ഈ കേട്ടത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ലോ ആണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് നമ്മളതിനെ റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളതിനെ അതിൻ്റെ ഡീറ്റെയിലിങ്ങിൽ പോയതിന് ശേഷമൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ചലഞ്ചൊക്കെ ചെയ്യുക. അല്ലാതെ നമ്മൾ എടുത്ത വഴിക്ക് നേരെ ഇപ്പം നമ്മൾ പോയിട്ട് ഇപ്പം എന്താ അങ്ങനെ എന്തുകൊണ്ടപ്പം ലോ ആണുള്ളത് നിങ്ങൾ കാര്യങ്ങൾ പറ, അല്ലെങ്കിൽ എവിഡൻസസ് പറ, അങ്ങനെ നമ്മൾ നോക്കില്ല. കുറച്ചുകൂടി നമ്മളതിന് അതന്നെ പറഞ്ഞ ആ വർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഇത്രയും സമയത്തിനുള്ളിൽ നമുക്കൊരു ആ വർക്കിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഇത്തരം രീതികൾ അതിൽ കൊണ്ടുവരുന്നുണ്ട്, ഇത്തരം രീതികളിലെ വർക്കബിൾ ആണെന്നുള്ളത് ഞാൻ അതിൽ ഉദ്ദേശിച്ചത്. അപ്പൊ അതിൽ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ആൾക്ക് മനസ്സിലാവുന്നില്ല, അതായത് ഇപ്പം ബാക്കിയുള്ളവരെ പോലെ തന്നെ എൻ്റെ തെറപ്പിസ്റ്റിന് എന്നെ മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള പോയിന്റിലേക്ക് എത്തുമ്പോൾ നമ്മളതിന് പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടല്ല അതിലേക്ക് കടന്നെന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നുണ്ടാവുക. സോ കൃത്യമായിട്ട് അതിനെ എംപത്തൈസ് ചെയ്ത് റിഫ്ലക്ട് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി, ഈ ഒരു പ്രോസസ്സിലേക്ക് കടന്നാൽ മതി. റാഷണൽ റെസ്പോൺസസ് മേക്ക് നോ ഡിഫറൻസസ്, കുഡ് യു എക്സ്പ്ലെയിൻ? അതായത് ലൈക്ക് പേഷ്യൻ്റ് യൂഷ്വലി പറയാ റാഷണൽ റെസ്പോൺസസ് എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഇപ്പം എന്താ ഉണ്ടായേ, അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ അതിൽ റാഷണാലിറ്റി എനിക്ക് ഓൾറെഡി അറിയുന്ന കാര്യമല്ലേ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ പറയും. പക്ഷെ അതൊരു പൂർണ്ണമായിട്ടുള്ളൊരു തോട്ട് പ്രോസസ് ആയിട്ട് വന്നിട്ടുണ്ടാവില്ല. അതായത് ഇപ്പം നമ്മുടെ ഒരു ഓട്ടോമാറ്റിക് തോട്ടിലാണെങ്കിൽ, നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോസസ്സിലാണെങ്കിലും അതിൻ്റെ ഔട്ട്കം ഓറിയന്റഡ് എന്താണ്, അതിൽ എത്രത്തോളം ബിലീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നേരത്തെ ആ സിറ്റുവേഷൻ മാർക്ക് ചെയ്ത സമയത്ത് ചിലപ്പോൾ 90% ബിലീവ് ചെയ്തിട്ടുണ്ടാവും. റാഷണാലിറ്റി ചെക്ക് ചെയ്തു, അതെല്ലാം കഴിഞ്ഞിട്ട് എത്തുമ്പോൾ ചിലപ്പോൾ അത് 60 ആയെങ്കിൽ അതാണ് അതിൻ്റെ ഡെവലപ്മെന്റ്, അതാണ് അവരുടെ ആ ഒരു ചേഞ്ച് എന്നുള്ളത്. അല്ലാതെ എന്തല്ല ഇതിനെ കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ അതിലാണ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ ആ പോയിന്റിൽ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ വാട്ട് ഇഫ് ദ ക്ലയന്റ് ഈസ് നോട്ട് റീച്ചിങ് ടു, ഇത് മനസ്സിലായോ നന്ദന? മനസ്സിലായോ? എന്തില്ല? What if the client is not reaching to an insight that the problem are due to cognitive distortions rather than the pointing it into external factors like interpretation, whatever? ഇതിപ്പോൾ ഈ നമ്മളിപ്പോൾ എക്സാം പറഞ്ഞ പോലെ തന്നെയാണ്, ഞാൻ ബിലീവ് ചെയ്യുന്നത് അവരെന്നെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ശരിയായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക എൻ്റെ സിറ്റുവേഷൻ കുറച്ചുകൂടെ നന്നാവുമായിരുന്നു എന്നൊക്കെ പറയുന്ന പോയിന്റിലേക്ക് എത്തുമ്പോൾ ഇതിൽ
ആക്ച്വലി എവിടെയാണ് ആ ചേഞ്ച് വരുത്തേണ്ടതെന്നുള്ളത്. അപ്പൊ അതിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചപ്പോൾ ലൈക്ക് ഇതിൽ എവിടെയാണ് നിങ്ങൾ നോക്കുന്നത്, ഇതിൽ എവിടെയാണ് നിങ്ങൾ കാണുന്നത് എന്ന് നമ്മൾ ചോദിച്ചൊരു പോയിന്റ് ഉണ്ട്. സോ ആ നിങ്ങൾ കാണുന്നത് എന്നുള്ള പോയിന്റിലാണ് എന്ത് ചെയ്യുക, ഇതിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതും ഇതിൽ എത്രത്തോളം ആരാണ് എഫക്റ്റഡ് എന്നുള്ളതും ഇതിന് എക്സ്റ്റേണൽ സാധനങ്ങൾ നമുക്ക് എത്രത്തോളം അതിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പൊ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ആ റിലേഷൻഷിപ്പിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്തായിരിക്കും, ആ ചേഞ്ചസ് നിങ്ങൾ എങ്ങനെയായിരിക്കും കാണുന്നുണ്ടാവുക. സോ അതാണ് അവിടുത്തെ പോയിന്റ് എന്നുള്ളത്. അപ്പൊ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറഞ്ഞ പോലെ ഡയറക്ട്ലി അത് നിങ്ങളുടെ കാരണം കൊണ്ടല്ലല്ലോ, അത് അല്ല അവര് കാരണം കൊണ്ടല്ലോ, നിങ്ങൾ സംസാരിക്കാത്തതുകൊണ്ടല്ലേ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ ആ കണക്ഷൻസ് ആദ്യം ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ ആൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ വാട്ട് വുഡ് ബി ദി ഗ്യാപ്പ് ബിറ്റ്വീൻ സെഷൻസ്? യൂഷ്വലി 1 week ആണ് നമ്മൾ പറയുക. നന്ദന അണ്ടർസ്റ്റുഡ് തന്നിട്ടുണ്ട്. ഓക്കെ, യാ. എനി അതർ ക്ലാരിഫിക്കേഷൻസ്? ബോബലി ചോദിക്കാം. ഇസ് ഇറ്റ് ക്ലിയർ? സർ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. യെസ്, ഓഡിബിൾ ആണോ? ക്ലിയർ ആണ്, പറഞ്ഞോളൂ. ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ചോദിച്ചു, അതായത് വാട്ട് ഇഫ് ദ ക്ലയന്റ് ഇസ് നോട്ട് റീച്ചിങ് ടു ആൻ ഇൻസൈറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ അതിനകത്ത് ഒരു ആഡ് ഓൺ ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ സാറ് പറഞ്ഞല്ലോ, ആ കുട്ടി ഇൻസൈറ്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അവിടെ ആ ഇന്റർപേഴ്സണൽ റിലേഷനിൽ എവിടെയാണ് അതിനെങ്ങനെ ആ കുട്ടി പെർസീവ് ചെയ്യുന്നു എന്നുള്ളതിലേക്ക് നമ്മൾ നോക്കിയതിന് ശേഷം റിഫ്ലക്ട് ചെയ്യാന്നുള്ളത്. പക്ഷെ വെന്നെവർ നമ്മൾ ഈ ഒരു ഇഷ്യൂവിന് നമ്മൾ എംപത്തൈസ് ചെയ്ത് അതിനെ നമ്മൾ ഹോൾഡ് ചെയ്തു ശേഷം നമ്മൾ അതിലേക്ക് റിഫ്ലക്ട് ചെയ്ത് ക്വസ്റ്റ്യനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പം ക്ലയന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് സോൾലി ഡ്യൂ ടു ഇന്റർപേഴ്സണൽ റിലേഷൻ ആണ്, നോട്ട് ബിക്കോസ് എന്റെ അതായത് പറഞ്ഞു കൊടുക്കുമ്പോഴും ആൾക്കത് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇതാണ് പാറ്റേൺ. നമ്മൾ തോട്ട്സ് ഡിറൈവ് ചെയ്യുമ്പോഴും ആൾക്ക് കിട്ടുന്നുണ്ട്, ഓക്കെ ഇങ്ങനെയാണോ എന്റെ ആണ്, അപ്പം എന്റെ തോട്ട്സിൽ ഉണ്ട് പ്രശ്നം എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ബട്ട് അവസാനം പറഞ്ഞെത്തിക്കുമ്പം വീണ്ടും പറയും അത് അവരങ്ങനെ കാണിച്ചുകൊണ്ടല്ലേ, അവരങ്ങനെ ചെയ്തോണ്ടല്ലേ. അതായത് അപ്പം ഞാനത് കറക്റ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്താൽ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് എത്തും. അതായത് ഇൻസൈറ്റിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് എന്നെ മനസ്സിലാകുന്നില്ല എന്നുള്ള രീതിയിലേക്ക്. ഓക്കെ, ഇതിൽ ഈ പോയിന്റിൽ എന്താ വെച്ച് കഴിഞ്ഞാല് യൂഷ്വലി ഒരു ഈ കേസസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് യൂഷ്വലി ഇപ്പൊ പറയില്ല, ഇപ്പൊ നിങ്ങളിപ്പോ അത് അവരങ്ങനെ ചെയ്തുകൊണ്ടല്ലേ ആ ബ്ലെയിം എല്ലാം വെളിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞല്ലോ. സോ യു കൻ ഈസിലി മെൻഷൻ ദാറ്റ് ഇത്തരത്തിലുള്ള തോട്ട്സ് ഇതിനു മുമ്പ് ഇവർ ഏതെങ്കിലും രീതിയിൽ നിങ്ങളടുത്ത് ചെയ്തിട്ടുണ്ടോ? ഡിപ്രഷൻ എന്നുള്ള കേസിലാണ് ഞാൻ പറഞ്ഞിട്ടോ. ഇഫ് ഇറ്റ് കംസ് ടു ദി ഇപ്പോൾ UPD അല്ലെങ്കിൽ BPD കേസസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. വെൻ കംസ് ടു ഡിപ്രഷൻ ആണ്. സോ യൂഷ്വലി ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് മുമ്പ് ഫേസ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ലൈക്ക് എങ്ങനെയാണ് നിങ്ങൾ അതിനെ കണ്ടിട്ടുണ്ടാവുക? അതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇപ്പൊ ഇതിൽ എന്താണ് ഡിഫറൻസ് വന്നിട്ടുള്ളത്? ഇതാണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത്. നമ്മൾ നേരെ പോയിട്ടേ നിങ്ങളല്ലല്ലോ എന്നല്ലേ, അവരല്ലല്ലോ കാരണം. നിങ്ങളല്ലേ അതിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളല്ലേ അതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കാണ്ടിരിക്കുന്നത്. അങ്ങനെ പോകേണ്ട ആവശ്യമേ അതിലില്ല. നമ്മൾ അതിലേക്ക് എത്തിക്കുകയും വേണ്ട. സോ വി ആർ മേക്കിംഗ് ദം ടു തിങ്ക് അബൌട്ട് ഇറ്റ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ആസ് എ ക്ലിനീഷ്യൻ അതിന്റെ ഒരു കൺക്ലൂഷൻ കിട്ടിയില്ല എന്നുള്ളതാണ് നമ്മുടെ എലമെന്റ്. കാരണം എന്താ വെച്ചാൽ വീണ്ടും അതേ പാറ്റേണിലേക്ക് തന്നെ പോയി എന്നുള്ളത്. നമുക്ക് അങ്ങനെയല്ല അതിന്റെ ഏരിയ പോകണം. നമുക്ക് വി ക്യാൻ മേക്ക് എ ട്രിഗർ, അല്ലെങ്കിൽ ആ തോട്ടിന്റെ ബേസിക് ട്രിഗർ നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ആ പ്രോസസ്സ് വീണ്ടും അങ്ങനെ ആവുന്നതിന് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? സോ ലെറ്റ് ദം വർക്ക് ഔട്ട് ഓൺ ഇറ്റ്. അതിൽ വരട്ടെ, അതിൽ തോട്ട് റെക്കോർഡിൽ വരട്ടെ, അതിൽ അവർ ബിലീഫ് അവർ ഷെയർ ചെയ്യട്ടെ, എത്രത്തോളം അവർ ബിലീവ് ചെയ്യുന്നുണ്ട്, എത്ര ക്വാണ്ടിഫൈ ചെയ്തെന്ന് വരട്ടെ. ഇതൊന്നും അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു പൊസിഷനിൽ നിങ്ങളിപ്പോ നമ്മളിപ്പം യൂഷ്വലി ആ ഒരു പോയിന്റ് ചോദിക്കും, ഓൾട്ടർനേറ്റ് തോട്ട്സ് നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഈ പൊസിഷനിൽ നിങ്ങളല്ല നിങ്ങൾ വേറൊരു ഫ്രണ്ടാണ് നിൽക്കുന്നെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക? അതല്ല വേറൊരു പേഴ്സൺ ആണെങ്കിൽ അത് എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക? സോ ആ രീതിയിൽ അത് മൂവ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നത്തിലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല എന്നുള്ള സ്റ്റക്ക് പോയിന്റിൽ മാത്രമാണ് അത് വീണ്ടും ഡിഫൈൻ ചെയ്യപ്പെടുക. അപ്പൊ അതിനപ്പുറത്തേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ആ മൂവിങ് ചെയ്യാനുള്ള ആൾട്ടർനേറ്റ് മെത്തേഡുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിൽ കൊണ്ടുവരും. സോ നമ്മൾ അതിൽ വീണ്ടും ആ എവിഡൻസ് വെച്ചിട്ട് നിങ്ങൾ തന്നെയാണ് അതിൽ പ്രശ്നം എന്ന് കാണിക്കാനേ അല്ലേ നമ്മൾ നോക്കുന്നത്. നമ്മൾ നോക്കുന്നത് അൾട്ടിമേറ്റ്ലി ആ പേഷ്യന്റിനെ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ആ മൂവ് ചെയ്യാനുള്ള സാധനങ്ങൾ പലപ്പോഴും ആൾട്ടർനേറ്റ് പോസിബിലിറ്റീസ് നമുക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടി അവർക്ക് കിട്ടുന്നുണ്ടാവുമായിരിക്കും.
Clear? Okay, sir. So, yeah. So any other clarifications? സാറേ ഞാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ഞാൻ ഒരു സ്റ്റുഡൻ്റ് ആണ്, സൈക്കോളജി ആ, സ്റ്റുഡൻ്റ് ആണ്. പറയൂ അതുകൊണ്ട് പറയൂ. ചോദിക്കുകയാണ്. ആ അപ്പൊ ഈ പറയൂ. ആങ്സൈറ്റിയും ഡിപ്രഷനും സാറിന് ഒരു ഉദാഹരണം വെച്ച് ഡിഫറെൻഷിയേറ്റ് ചെയ്ത് കാണിച്ചു തരാൻ കഴിയും? ഓക്കെ ഓക്കെ ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ്ലി ദ ഫോം ഓഫ് ആ സിംറ്റമറ്റോളജി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബീൻ ഫിയർ ഓർ വറി എന്നാ പറയാം. ഓക്കെ, കൈൻഡ് ഓഫ് വറിയിങ് അബൌട്ട് സംതിങ്, ഫിയർ അബൌട്ട് സംതിങ്, അതാണ് നമ്മൾ കൂടുതലും കാണുന്ന ആങ്സൈറ്റി. നമ്മളിപ്പോൾ ആങ്സൈറ്റി സ്പെക്ട്രത്തിൽ എല്ലാത്തിനും നോക്കിയാലുള്ള കണ്ടീഷൻസ് എല്ലാം അങ്ങനെയാണ് ഉണ്ടാവുക. വെൻ കംസ് ടു ദ ഡിപ്രഷൻ, അത് കോഗ്നിറ്റീവ്ലി ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്യാൻ, അതായത് ഇപ്പോൾ നമ്മൾ പറയില്ല, ഇപ്പോൾ ഒരു നമ്മൾ നല്ല രീതിയിൽ തിങ്ക് ചെയ്യാൻ, നല്ല രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ, നല്ല രീതിയിൽ നമ്മുടെ എന്താ പറയുക, ചുറ്റുപാടിനെ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകളാണ് മെയിൻലി അത് ഉണ്ടാവും. നല്ല രീതിയിൽ എന്ന് പറയുമ്പോൾ മോശം എന്നല്ല അതിൻ്റെ അർത്ഥം. അത് കുറച്ചുകൂടി നെഗറ്റീവ് ആയിരിക്കും അതിൽ കൂടുതൽ ഉണ്ടാവുക. അപ്പം നെഗറ്റീവ് നേരത്തെ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര മോശമാണെന്നുള്ള തോന്നലുണ്ടാവാം, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള തോന്നലുണ്ടാവാം, ബാക്കി എല്ലാം എഫക്റ്റഡ് ആണ്. സ്വാഭാവികമായിട്ടും ആ ചിന്തകളൊക്കെ കുറച്ചുകൂടെ വരുന്ന സമയത്ത് ഫോക്കസിന് ബുദ്ധിമുട്ടുണ്ടാവാം. ചിലപ്പോൾ ഇതൊന്ന് രക്ഷപ്പെടാൻ ആകെ കാണുന്ന വഴി മരണം എന്നുള്ള രീതിയിലായിരിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഭാവിയെ പറ്റി അവർക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആയിരിക്കും കാണുന്നുണ്ടാവുക. ബേസിക്കലി അവരുടെ ഒരു 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 ഫറ്റീഗബിലിറ്റി, അതായത് തീരെ തീരെ അത് കൊണ്ടു നടക്കാൻ അല്ലെങ്കിൽ ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, തീരെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടുമുള്ള ഒരു 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 ബുദ്ധിമുട്ട്, ഐ മീൻ ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് പലപ്പോഴും ഡിപ്രഷൻ നമ്മൾ കാണുന്നുണ്ടാവുക. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. താങ്ക് യു സർ. ഓക്കെ, സർ യെസ്. എനിക്ക് വന്നിട്ടുള്ള ഒരു ക്ലയന്റ് ആണ്. അപ്പോൾ അവർക്ക് 75 ലക്ഷത്തോളം രൂപ അവരുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ കുറെ ലോണൊക്കെയാണ്, അത് നഷ്ടപ്പെട്ടു പോയി. അതിന് കാരണക്കാര് ഈ ഒരു സ്ത്രീ തന്നെയാണ്. പക്ഷെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒരു 25 ലക്ഷത്തോളം എങ്ങനെ ചെലവായി എന്നുള്ളത് ഇവർ ആരോടും പറയുന്നില്ല. സോ ഇവരെ കൂട്ടിയിട്ട് വന്നിട്ടുള്ളവര് പറയുന്നത് ആ പൈസ ചെലവായത് എങ്ങനെയാണ് എന്നുള്ളത് അറിയണം എന്നാണ് അവർക്കുള്ളത്. പക്ഷെ ആൾക്ക് ഇപ്പോൾ ഒരു ഡിപ്രസീവ് സിംറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഈ ഒരു CBT വെച്ച് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമോ? അതുപോലെ ഈ പറ്റും പറ്റും. 25 ലക്ഷത്തോളം രൂപ ചെലവായത് എങ്ങനെയാണെന്നുള്ളത് അവരിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുമോ? അല്ല, നമ്മൾ എന്തുകൊണ്ടാണ് അവരെ മനസ്സിലാക്കി എടുക്കേണ്ട ആവശ്യം? 25 ലക്ഷം രൂപ ചെലവായത് ഈ വഴിയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ആവശ്യം എന്താ? അവരുടെ ബൈസ്റ്റാൻഡേഴ്സിന് അത് അറിയണം എന്നുള്ള ഒരു ഇത് കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഓരോ നമ്മൾ സെഷൻ അൾട്ടിമേറ്റ്ലി കഴിയുമ്പോഴും ചെയ്യുന്നത് കിട്ടിയോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പൊ അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യുന്ന വർക്ക് അവിടെ തെറപ്പി അല്ലല്ലോ. അല്ല, അപ്പൊ അതാണ് അവിടെയാണ് ഈ കോൺഫ്ലിക്റ്റ് വരുന്നത്. അപ്പോൾ CBTയിലൂടെ അത് മനസ്സിലാവുക വെച്ചാൽ CBTയിലൂടെ അത് മനസ്സിലാവില്ല. അത് കൈൻഡ് ഓഫ് ഒരു 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 എന്താ പറയുക, നമ്മളൊരു കേസ് തെളിയിക്കുന്നൊക്കെ പോലെ ആയിരിക്കും ആ ഒരു പ്രോസസ്സ്. ഓക്കെ, അതല്ലാതെ ഒരു ഇപ്പോൾ മേ ബി ഈ 25 ലക്ഷം രൂപ കടം കൊണ്ട് ആൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് അതിൽ സ്റ്റക്കാണ്, ഭയങ്കരമായിട്ട് അതിന് കുറ്റബോധമുണ്ട്, ഭയങ്കരമായിട്ട് ആ ഗിൽട്ട് കൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇമോഷണലി ഉള്ള കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഫങ്ഷൻസ് എല്ലാം എഫക്റ്റഡ് ആണെങ്കിൽ വി ക്യാൻ വർക്ക് ഓൺ ഇറ്റ്. അതായത് 25 ലക്ഷം രൂപ ശരിയാവൂട്ടോ അല്ലെങ്കിൽ തരുട്ടോ വരുട്ടോ ഒന്നുമില്ല. നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഓൾട്ടർനേറ്റ് പോസിബിലിറ്റീസ് നമ്മൾ ചെക്ക് ചെയ്യും. എന്തൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ഇയാൾക്ക് വരുന്നപ്പോൾ ഞാൻ ഒട്ടും പൈസ ഹാൻഡിൽ ചെയ്യാൻ കൊള്ളാത്ത ഒരാളാ, അല്ലെങ്കിൽ ഞാൻ ഒട്ടും എന്താ പറയാ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യില്ല, ഇപ്പോൾ ഒരു ഓവർ ജനറലൈസേഷൻ വരാം, പേഴ്സണലൈസേഷൻ ഞാൻ കാരണം എല്ലാവരും അനുഭവിക്കണേ എന്നുള്ളതൊക്കെ വരാം. സോ ആ ഏരിയാസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാം. റാദർ ദാൻ ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ട്, എന്തൊക്കെ ചെയ്തതുകൊണ്ട്, എന്തൊക്കെ ആയി എന്നുള്ളതൊക്കെ നമ്മൾ നോക്കുന്നതിനേക്കാളും ആ ഇമോഷൻസ് ഏരിയ, കോഗ്നിറ്റീവ് ഏരിയ, ഈ ഏരിയാസ് നമ്മൾ ഈ തെറപ്യൂട്ടിക് അപ്രോച്ചിലൂടെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാം. സ്വാഭാവികമായിട്ടും അതിലൊരു അൾട്ടിമേറ്റ്, ഇപ്പം 25 ലക്ഷം കടയുണ്ട്, അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. സ്വാഭാവികമായിട്ടും നമ്മളൊരു ലോജിക്കൽ പെർസ്പെക്റ്റീവിൽ പറഞ്ഞാൽ അതിനടുത്ത പണി നോക്കിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, അതിനുള്ള കടം തീർക്കാനോ അല്ലെങ്കിൽ അടുത്ത മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ വക്കീലിനെ കാണാനോ വാട്ടെവർ ആ സാധനങ്ങൾ ചെയ്യാനുള്ള ഒരു ഇനീഷ്യേഷൻ ഇവിടെ നിന്ന് ഉണ്ടാവണം. അത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ട് നമ്മുടെ ഒരു തെറപ്പിസ്റ്റിന്റെ കടമ എന്നുള്ളത്. ബാക്കി പിന്നെയാണ് ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ട്, എങ്ങനെ, എന്തായിരുന്നു കാരണം, എങ്ങനെ കളഞ്ഞു എന്നുള്ളതൊക്കെ പിന്നെയാണ്. പക്ഷെ അത് അവർക്ക് ഓപ്പൺ അപ്പ് ആവാൻ താല്പര്യം ഉണ്ടെങ്കിലല്ലേ ഓപ്പൺ അപ്പ് ആവുള്ളൂ. നമ്മൾ അതിന്റെ മീഡിയേറ്റർ ഒന്നും അല്ലല്ലോ. അപ്പൊ അവിടെ കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യില്ലേ നമ്മള്. ഞാൻ നിങ്ങളോട് പറയാ, നിങ്ങൾ ഒരു കാരണവശാലും വേറെ ആരോടും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ,
ക്ലയന്റ് ഇങ്ങടുത്ത് പറയാണ്, ഞാൻ നിങ്ങളടുത്ത് പറയാം, പക്ഷെ നിങ്ങൾ എന്റെ വീട്ടുകാരടുത്ത് പറയരുത് കേട്ടോ എന്ന് പറഞ്ഞ പോയിന്റിൽ പിന്നെ എന്ത് ചെയ്യും നമ്മള്? കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ആവാൻ ചാൻസ് ഇല്ലേ? അതാണ് പോയിന്റ്. ഓക്കെ. അതുണ്ട്. പക്ഷെ ഇത് വന്നിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വന്നതാണ്. വനിതാ സെല്ലിലേക്ക് വന്ന് ഒരു ആ ഇതാണ്. അപ്പൊ അവിടെ മെയിൻ ആയിട്ടും ഈ ഒരു സംഭവം കൗൺസിലർ അടുത്ത് പോയി കഴിഞ്ഞാൽ പൈസ ചെലവായ വഴി അറിയാവുന്ന രീതിയിലാണ് അവരെ വിടുന്നത്. നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. അതിനല്ല നമ്മൾ ഇരിക്കുന്നുള്ളത്. നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ മെന്റൽ ഹെൽത്ത് അല്ലേ നോക്കുന്നത്, അല്ലാതെ എന്ത് വഴിയാണെന്ന് നമ്മൾ പോലീസുകാർക്ക് അന്വേഷിച്ച് കിട്ടാതെ നമുക്ക് എങ്ങനെ കിട്ടുക? അവര് അവരുടേതായ വഴിയിൽ നോക്കുന്നുണ്ട്. കൗൺസിലിംഗിൽ പോയി നോക്കുക, അപ്പൊ കിട്ടുമായിരിക്കും എന്ന രീതിയിൽ വരുന്നത്. അപ്പൊ ഓരോർക്ക് ഈ വ്യക്തിയോട് സംസാരിച്ച് പുറത്ത് വരുമ്പോൾ ബൈസ്റ്റാൻഡേഴ്സ് വന്നിട്ട് കിട്ടിയോ ആ രീതിയിലാണ് ചോദിക്കുന്നത്. അത് എഡ്യൂക്കേറ്റ് ചെയ്യൂ. അത് നമുക്കത് നമ്മൾ ഇതിലാണ് ഫോക്കസ് ചെയ്യുന്നത്, അൾട്ടിമേറ്റ്ലി അവരുടെ മെന്റൽ ഹെൽത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ പണ്ടത്തെ ഒരു ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടുന്നുള്ള ധാരണ ഉണ്ടാവില്ലേ? അങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലും ബേസിലായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവും, നമുക്കറിയില്ലല്ലോ. ഓക്കെ സർ. ഓക്കെ ഫൈൻ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇത്തരം ഒരു എന്താ പറയാ, ഈ തെറപ്യൂട്ടിക് അപ്രോച്ചുകളെ പറ്റിയിട്ടുള്ള ധാരണകൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ പറ്റുവാനുള്ള ചാൻസസ് ഉണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു സൈബർജിന് അതിൻ്റെതായിട്ടുള്ള കോഴ്സസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ എൻറോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ഇത് കുറച്ചുകൂടി വാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഏരിയാസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ബെറ്റർ. നിങ്ങൾ ട്രെയിനിങ് എടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഗെറ്റ് ട്രെയിൻഡ് എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ഒരു ക്ലിനീഷ്യൻ എടുക്കേണ്ട സാധനം, അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. സോ ലൈക്ക് ട്രൈ ഇറ്റ് ഔട്ട്. നമ്മൾ ഡീൽ ചെയ്യുന്നത് മനുഷ്യന്റെ മനസ്സുകളായിട്ടല്ലേ, സ്വാഭാവികമായിട്ടും അത്രയും ഇമ്പോർട്ടൻസ് അതിനുണ്ട്. ഓക്കെ. ഹലോ സർ, കേൾക്കാവോ? കേൾക്കാം പറഞ്ഞോളൂ. ഞാനൊരു സ്കൂൾ കൗൺസിലറാണ്. ബോർഡിംഗ് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോ ഒരു 3 months ബിഫോർ ഒരു സൂയിസൈഡ് നടന്നിട്ടുണ്ടായിരുന്നു ഹോസ്റ്റലിൽ വെച്ചിട്ട് ഒരു കുട്ടി. അപ്പോൾ 6th മുതൽ 12th വരെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അപ്പോ ഒരു എൻട്രൻസ് എഴുതിയിട്ടാണ് അവർ വരുന്നത്, നവോദയ. അപ്പോൾ അത്യാവശ്യം പഠിക്കുന്ന പിള്ളേരും. അങ്ങനെ ഇവരുടെ ഇടയിൽ ഇപ്പോ ഈ ഡിപ്രസീവ് സിംറ്റംസും അതേപോലെ ആൻസൈറ്റിയും രണ്ടും കൂടെ ഒരു മിക്സ്ഡ് അപ്പ് ആയിട്ടാണ് കിടക്കുന്നത്. അതുപോലെ ഇവരെ നന്നായിട്ട് പഠിക്കുന്ന, അതായത് പെർഫോമൻസ് അവർ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ആ കുട്ടികൾ തന്നെ ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് അവർ ഈ സെൽഫ് ഹാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഓൾറെഡി കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് ഹാം ഉണ്ടെങ്കിൽ അവർ ഈ ബ്ലേഡ് അങ്ങനത്തെ ഷാർപ്പ് ഒബ്ജക്ട്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കി ഈ പറഞ്ഞ പോലെ ഷാർപ്നറിന്റെ അകത്തുനിന്ന് ഊരിയെടുത്തിട്ട്, അതല്ലെങ്കിൽ പേപ്പർ കട്ടർ വെച്ചിട്ട്, അങ്ങനെ ആരെങ്കിലും ഇല്ലാത്തൊരു സമയത്ത് അവരെടുത്തിട്ട് ചെയ്യാണ്. അപ്പൊ ഇതില് നമ്മൾ ഈ ഡിപ്രഷൻ എന്നുള്ളത് ഈ സ്റ്റുഡൻസിൽ നമ്മൾ ഒരു സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ സയൻസ് എന്തൊക്കെയായിരിക്കും സ്റ്റുഡൻസ് എന്നുള്ള ലെവലിലേക്ക് വരുമ്പോൾ? ഡിപ്രഷൻ എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ബേസിക്കലി ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ബേസിക് ഒരു ലോ മോഡാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു അനഡോണിയ, വേറൊരു കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ, സോഷ്യൽ വിഡ്രോവല്. കാരണം ഇവിടെ അവർക്ക് ഒരു റുട്ടീൻ ഉണ്ട്. ബോർഡിംഗ് സ്കൂളിൽ അവർ ആ റുട്ടീൻ നിർബന്ധമായിട്ടും ചെയ്യുന്നതുകൊണ്ട് ആ റുട്ടീൻ എല്ലാ കുട്ടികളും കോമൺ ആയിട്ട് ചെയ്യുന്നുണ്ട്. അവർ നന്നായിട്ട് ഒരുങ്ങി വരുന്ന യൂണിഫോമിൻ്റെത്, അവരുടെ മാർക്ക്, ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഡിഫിക്കൽട്ടിയാണ്. ഇതിൽ ഒരു പ്രശ്നവും ഇല്ലാതെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചോദിക്കും. ഇപ്പൊ വിശപ്പിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ അതാണ് ചോദിക്കുന്നത്, അവരുടെ വിശപ്പും കാര്യങ്ങളും എങ്ങനെയാണ്, ഉറക്കം എന്താണെന്നുള്ളതാണ് ഇപ്പൊ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് അതൊരു ഫിസിക്കലായിട്ട്. ബയോളജിക്കൽ ആസ്പെക്റ്റിൽ ചോദിക്കാം, പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കൂടുതൽ ഒരു ഇമോഷണൽ ആസ്പെക്ട്സിലേക്ക് നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. ഹൗ യു ഫീലിംഗ് നൗ എന്നുള്ളത് ചോദിക്കാൻ കുറച്ചുകൂടി ബെറ്റർ ആണ്. നിങ്ങൾക്ക് എന്താ മനസ്സിൽ ഇപ്പൊ എന്താ തോന്നുന്നേ, മനസ്സിപ്പോ എങ്ങനെ ഇരിക്കണേ എന്നൊക്കെ ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ സർ. യാ ഓക്കെ ഫൈൻ. മാജിദ? യെസ്, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? യാ അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ സാറേ? സോ എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ മോസ്റ്റ്ലി എല്ലാവരും ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫീഡ്ബാക്ക് സെക്ഷനിലേക്ക് പോവാം. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ, നമ്മള് ഈ ഒരു ടൈം. ആൻഡ് ഐ ഹോപ്പ് എല്ലാവരും മോസ്റ്റ്ലി ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഫീഡ്ബാക്കിലേക്ക് കടക്കാം. സോ ആരെങ്കിലും ഒന്ന് മൈക്ക് ഓപ്പൺ ആക്കി നമ്മുടെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. മൈക്ക് ഓപ്പൺ ആക്കി സംസാരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ.
ഗുഡ് ഈവനിങ്. ഞാൻ മീനാക്ഷി വീട്ടിൽ. സോണു ഡോക്ടറിനെ എന്നെ അറിയാമല്ലോ അല്ലേ? അറിയാം. ഗുഡ് ഈവനിങ്. ഇന്ന് എനിക്ക് കുറച്ച് ഫ്രണ്ട്സും ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. അവരോടെല്ലാവരോടും പറഞ്ഞിരുന്നു ഇതിൽ കയറാൻ, നിങ്ങളാണ് ക്ലാസ് എടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ ഇതിൻ്റെ ഇത് വന്നു കഴിഞ്ഞപ്പം എനിക്ക് നിങ്ങളെ പേഴ്സണലി അറിയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ കുറേ പേർക്ക് അത് അയച്ചു കൊടുത്തിരുന്നു. കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്, ഞാൻ നോക്കിയിരുന്നു. അപ്പം ആസ് യൂഷ്വൽ നിങ്ങളുടെ സെഷൻ വളരെ നല്ലതായിരുന്നു. എനിക്ക് തോന്നി കുറച്ചും കൂടി എന്താ പറയുക, കുറേ ഓരോ എക്സാമ്പിൾസ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള എന്താ പറയുക ക്ലയൻസ് ഉണ്ടാവില്ലേ, അവരുടെ ഓരോ ഇത് വെച്ചിട്ട് നിങ്ങൾ ആ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാമായിരുന്നു. എന്നാൽ പിന്നെ കുറച്ചുകൂടി ഈസിയർ ആയിട്ട് എല്ലാവർക്കും അത് ഫോളോ അതുകൊണ്ടാണ് പിന്നെ ലാസ്റ്റിൽ ഇപ്പോൾ ഓരോരുത്തർ ചോദിച്ചില്ലേ ഓരോ എക്സാമ്പിൾ പറയാൻ. അപ്പം അങ്ങനെ ആവുമ്പോൾ, കാരണം നിങ്ങൾക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, എൻഹാൻസിലുള്ളത് കൊണ്ട് തന്നെ ഡെയിലി എന്ന് പറയുന്ന മാതിരി ഒരുപാട് പേരെ കാണുന്ന ആളല്ലേ. അപ്പം ആ നിലയ്ക്ക് അങ്ങനെ ഒരു ഇതിൽ അത് പറയാമായിരുന്നു എന്ന് എനിക്കൊരു ഒരു തോന്നലുണ്ടായി. എപ്പോഴും കൂടുതൽ നമ്മൾ ഇത് ഇങ്ങനെ പറയുന്നതിൽ ആൾക്കാർക്ക് ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുക വെൻ ദേ നോ ദർ ആർ കേസസ് ലൈക്ക് ദിസ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ആൾക്കാർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഈസി ഫോർ പീപ്പിൾ ടു റിലേറ്റ്. ഇപ്പോൾ അങ്ങനെ എനിക്ക് തോന്നി. ബട്ട് എന്താ പറയുക, നോട്ട്സും ബാക്കിയുള്ളതും ഒക്കെ CBT കുറച്ച് അറിയുന്ന എല്ലാവർക്കും അത് വായിച്ചു നോക്കിയാൽ തന്നെ ബാക്കിയുള്ളത് ഫോളോ ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ ആ ബെക്കിൻ്റെ വീഡിയോ കാണിച്ചത് നന്നായി. ഞാൻ അത് മുമ്പ് അന്വേഷിച്ചിരുന്നു ആക്ച്വലി. അപ്പോൾ പിന്നെ ഇന്ന് അത് കേൾക്കാൻ പറ്റി. ദാറ്റ്സ് വെരി നൈസ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ. താങ്ക് യു. താങ്ക് യു മാം. ഇനി ആർക്കെങ്കിലും ഒന്ന് മൈക്ക് ഓപ്പൺ ആക്കി പറയാൻ പറ്റുമോ? കേൾക്കാം. സർ, ഞാൻ ശില്പ, പാലക്കാട് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇതിനു മുമ്പേ CBT ക്ലാസ്സസ് ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്ത ആളാണ്. അപ്പൊ പെട്ടെന്നാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു ലിങ്ക് വന്നിട്ട് അങ്ങനെ ജോയിൻ ചെയ്തതാണ്. അപ്പോൾ അറ്റൻഡ് ചെയ്ത സമയത്ത് സെഷൻസ്, ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതിനേക്കാളും കുറച്ചുകൂടി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ അവര് ട്രെയിനിങ്ങിലൂടെ പോയിക്കൊണ്ടിരുന്നു, കാര്യങ്ങളൊക്കെ എടുത്തു തന്നില്ല എന്നല്ല. പക്ഷെ ഇപ്പോ ഓരോ കാര്യങ്ങളും ഇപ്പൊ സാറ് പറയണേ, ഇപ്പോ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്തുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങള് അത് അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നും, പിന്നെ ഈ നെഗറ്റീവ് വ്യൂ അബൌട്ട് സെൽഫ്, വേൾഡ്, അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെ റിലേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് സാറിന്റെ ഈ ക്ലാസ്സിലൂടെയാണ്. അപ്പൊ നല്ലൊരു ക്ലാസ് ആയിട്ടാണ് തോന്നിയത് സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു ഡിയർ. എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർ ചാറ്റ് ബോക്സുമായി സാറെ നന്ദി പറയുന്നുണ്ട്, കുറെ ആൾക്കാർ താങ്ക് യു പറയുന്നുണ്ട്. ആൻഡ് സോ ഐ തിങ്ക് സർ ഇറ്റ് വാസ് എ ഗ്രേറ്റ് സെഷൻ ആക്ച്വലി. ഇന്ന് എനിക്ക് തോന്നുന്നു സാർ ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ട് അത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സാധനത്തിന് ഭയങ്കര കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സോ ഐ വുഡ് ലൈക്ക് ടു കൺസിഡർ ദിസ് മൊമെന്റ് ടു താങ്ക് സോനു സർ. എനിക്കറിയാം സാറിന് ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ട്. സാറിന്റെ പക്ഷെ ആ ഒരു നമ്മളെ കുട്ടികൾക്ക് വേണ്ടി സാറിന്റെ ഒരു എഫേർട്ടും ടൈമൊക്കെ എടുത്ത് വന്ന് കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തതിന് ഒരു ബിഗ് താങ്ക് യു. ആൻഡ് ആൾസോ താങ്ക് യു അതേഴ്സ് ഫോർ ജോയിനിങ് വിത്ത് അസ്. നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ലെവൽ ഇന്ന് ഭയങ്കര ഉണ്ടായിരുന്നു. എനിക്കറിയാം നമ്മളിത് സ്റ്റാർട്ട് ചെയ്തപ്പോ എനിക്ക് തോന്നുന്നു 315-16 ആളുകൾ നമ്മളപ്പോ ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മളിപ്പോ സ്റ്റിൽ 155 നമ്മളെ ക്ലാസ് കേൾക്കുന്നുണ്ട്, ലൈവ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു ഗ്രേറ്റ് തിങ് ആണ്, ഒരു ബിഗ് തിങ് ആണ്. സോ താങ്ക് യു സർ. സാറിന്റെ ക്ലാസ് കേൾക്കാനാണ് അവരിന്ന് വന്നിട്ടുള്ളതെന്നുള്ള എനിക്ക് 100% ഉറപ്പുണ്ട്. ആൻഡ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് സെഷൻ സർ. സോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ വെബിനാറിൽ ഇന്ന് സർട്ടിഫിക്കേഷൻ, നമ്മൾ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് അതെങ്ങനെയാണ്, ഇന്ന് രജിസ്റ്റർ ചെയ്തവർക്ക് എല്ലാവർക്കും നമ്മൾ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കാം. സോ നമുക്ക് മെല്ലെ സമയം കുറെ ആയില്ലേ, 9:30 ആയില്ലേ. Thank you, IFR Education. Thank you, Cypress. Thank you, Majida. Thank you, Rinsiba, for inviting me. Thank you so much. താങ്ക് യു സർ. സോ എല്ലാവർക്കും ലീവ് ചെയ്യാം കേട്ടോ. Thank you so much, sir. Thank you. Thank you, sir. Thank you, sir. Thank you, sir. Thank you.